ഷാഫി എന്നായാലും ഞാൻ നമ്മളൊന്ന് പിരിയേണ്ട ആൾക്കാരാണ്. അതിപ്പോഴങ്ങോട്ട് പിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പടത്തിന് ഷാഫിക്ക് അത് വിഷമം ഉണ്ടാവില്ല. ഞങ്ങളിപ്പോൾ രണ്ടാമത് കൂടി ആലോചിച്ചപ്പോൾ ഞങ്ങൾ പറയുക എത്ര പേര് നമ്മളോടൊപ്പം ഉണ്ടാവും ഈ കോമഡിക്ക് കൂട്ടായിട്ട്. സലീമിനൊക്കെ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സലീമൊക്കെ വലിയ സീരിയസ് ആർട്ടിസ്റ്റായി, കോമഡിയൊക്കെ പറഞ്ഞു തുടങ്ങി, സുരാജ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അതിനൊരു ബൗൺസിങ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലൊരു മുഖം ഉണ്ടാകുക, അത് സംവിധായകനും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ടുള്ള ആവേശങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ ട്രാക്ക് പാടാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ കലൂരത്തെ ലാൽ മീഡിയയിലാണ് വർക്ക് കംപ്ലീറ്റ് നടക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ ട്രാക്ക് പാടാൻ ചെന്ന്, അപ്പോൾ അന്നാണ് ഞാൻ ഇവരൊക്കെ കാണുന്നത് ആദ്യമായിട്ട്. ഷാഫിഖാനെ ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ, നമ്മൾ റിലേറ്റീവ്സ് ആയതുകൊണ്ട് നമ്മൾ പല കല്യാണങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ട്. കളി ചൊല്ലും കുയിലാണോ കുഴലൂതും കാറ്റാണോ ആരാണി കള്ളം ചൊല്ലിയതാരാണാരോ ആരു പറഞ്ഞു ഞാൻ കണ്ടത് രാക്കനവാണെന്ന്. മ്യൂസിക് സെൻസ് എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, നല്ല മ്യൂസിക് സെൻസ്. കാരണം കുറേ റെഫറൻസ് ഷാഫി പറയും. ഇങ്ങനെ ഇന്ന പാട്ട്, പഴയ ഹിന്ദി പാട്ടുകളുടെയും അതുപോലെ തന്നെ പല പാട്ടുകളും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇന്ന പാട്ട് അത്യാവശ്യം പാടുകയും ചെയ്യും ഷാഫി. സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമകൾ ഒരുക്കി മലയാളികൾക്കെന്നും ചിരിച്ചുകൊണ്ട് മാത്രം ഓർത്തെടുക്കാവുന്ന രസകരമായ കഥാപാത്രങ്ങളെ സമ്മാനിച്ച സംവിധായകൻ ഷാഫി. തന്റെ സിനിമകളിൽ ഭൂരിഭാഗവും വലിയ കമേഴ്ഷ്യൽ വിജയങ്ങളാക്കി മാറ്റിയ സൂപ്പർ ഹിറ്റ് ഡയറക്ടർ. കഥാപാത്രങ്ങൾക്ക് നൽകുന്ന പേര് മുതൽ രൂപഭാവങ്ങളിലെയും ഡയലോഗ് ഡെലിവറിയിലെയും പ്രത്യേകതകൾ ഉൾപ്പെടെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടും വിധം അണിയിച്ചൊരുക്കുന്നതിൽ പ്രത്യേക വൈഭവമായിരുന്നു ഈ സംവിധായകന്. 2001 റിലീസ് ചെയ്ത വൺമാൻ ഷോ മുതൽ 2022 പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദം വരെ 18 ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് ഈ ഹിറ്റ് മേക്കർ സമ്മാനിച്ചത് മറക്കാനാവാത്ത ചലച്ചിത്ര അനുഭവങ്ങൾ. കല്യാണരാമൻ, പുലിവാൽ കല്യാണം, തൊമ്മനും മക്കളും, മായാവി, ചോക്ലേറ്റ്, ചട്ടമ്പിനാട് തുടങ്ങി ഷാഫി ഒരുക്കിയ ഓരോ ചിത്രങ്ങളും തിയേറ്ററുകളിലും തുടർന്ന് ചാനലുകളിലും കാഴ്ചക്കാർക്ക് ചിരിയുടെ വിരുന്നൊരുക്കി. മണവാളനും പോഞ്ഞിക്കരയും ധർമ്മേന്ദ്രയും ദശമൂലം ദാമുവും കണ്ണൻ സ്രാങ്കും മല്ലയെയും ഉൾപ്പെടെ വേറിട്ട മാനരസങ്ങളിലൂടെ പ്രേക്ഷകരെ രസിപ്പിച്ച കഥാപാത്രങ്ങൾ നിരവധിയുണ്ട് ഷാഫി ചിത്രങ്ങളിൽ. പിന്നിട്ട 2 ദശകങ്ങളിൽ മലയാള സിനിമയിൽ വലിയ ചലച്ചിത്ര വിജയങ്ങൾ അടയാളപ്പെടുത്തിയ പ്രിയ സംവിധായകൻ. ഓർമ്മയിലെന്നും ഷാഫി. പ്രിയപ്പെട്ട ഷാഫി സാറിന്റെ ഓർമ്മകളുമായി ഈ ലക്കത്തിലേക്ക് ആദ്യമെത്തുന്നത് അദ്ദേഹത്തിന്റെ നിരവധി ചിത്രങ്ങളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും കാലാതീതമായി നർമ്മം പറയുന്ന സദസ്സുകളിലെല്ലാം ആ കഥാപാത്രങ്ങളും അതിന്റെ ഡയലോഗുകളുമെല്ലാം നമ്മൾ ഓർത്തിരിക്കത്തക്ക രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്ത മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സലിം കുമാർ. സലീമേട്ട നമസ്കാരം. 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 സലീമേട്ടന്റെ കഥാപാത്രങ്ങൾ സിനിമയിലേത് എടുക്കുമ്പം ട്രോളുകളായും മീമുകളായും സിനിമയിൽ വരുന്ന അല്ലെങ്കിൽ കോമഡി ക്ലിപ്പുകളായിട്ടൊക്കെ വരുന്നതിൻ്റെ ഒരു ബഹുഭൂരിപക്ഷം സീനുകൾ, ബഹുഭൂരിപക്ഷം വരുന്ന ഡയലോഗുകളെല്ലാം ഷാഫി സാറിന്റെ പടങ്ങളിലേതാണ്. ആദ്യത്തെ നിങ്ങളുടെ കോമ്പിനേഷനിൽ വന്ന പടത്തിലെ തന്നെ ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്ന് പറയുന്ന ഒരു ഡയലോഗ് പിന്നീടൊരു ഫ്രേസായിട്ട് മലയാളികൾ ഉപയോഗിക്കുകയായിരുന്നു വൺമാൻ ഷോ എന്ന് പറയുന്ന ചിത്രത്തിലെ. വൺമാൻ ഷോ എന്ന് പറയുന്ന ചിത്രത്തിലെത്തുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിലൊരു സൗഹൃദം ഉണ്ടോ, പരിചയമുണ്ടോ? അത് ഏത് കാലത്താണ്? സൗഹൃദമില്ല, അതിനു മുമ്പ് അറിയാം. ഷാഫിയായിട്ട് നല്ല ബന്ധമുണ്ട്. പുള്ളി അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യും. അന്ന് അസോസിയേറ്റ് ഡയറക്ടറാണ് ഷാഫി. മലബാറിൽ നിന്നൊരു മണിമാരൻ അസോസിയേറ്റ് ആണ്, അസിസ്റ്റന്റ് ആണെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. അല്ല, അസോസിയേറ്റ് ആണ് അതിന്റെ. മലബാറിൽ നിന്നൊരു മണിമാരൻ വടകര വെച്ചിട്ട് ഷൂട്ട് ചെയ്യും. പപ്പൻ നെരിപ്പറ്റ എന്ന് പറയുന്ന ഡയറക്ടറാണ് അതിന്റെ ആളാണ് അതിന്റെ പടം ചെയ്യുന്നത്, ഡയറക്ഷൻ. അപ്പോൾ അതിന്റെ അസോസിയേറ്റ് ആയിട്ടാണ് ഞാൻ ഷാഫിനെ കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് തെങ്കാശിപ്പട്ടണത്തിന്റെ
അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു, ഫസ്റ്റ് അസിസ്റ്റന്റ് ആയിരുന്നു, അസോസിയേറ്റ് അല്ല ഷാഫി. അസോസിയേറ്റ് ചാക്കോ ഒറ്റയാണ് തോന്നുന്നു ഓർമ്മ. അസിസ്റ്റന്റ് ആയിരുന്നു. പിന്നീടാണ് വൺ മാൻ ഷോ വരുന്നത്. ആ വൺ മാൻ ഷോ കഴിഞ്ഞോടി ആ ബന്ധം ഒരു സൗഹൃദമായിട്ട് മാറി. കല്യാണരാമൻ കഴിഞ്ഞപ്പോൾ അതിലും രണ്ടാമത്തെ ചിത്രം കല്യാണരാമനാണ്. കല്യാണരാമനാണ്. കല്യാണരാമനിലൊക്കെ ഈ സലീമേട്ടന് തരുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഷാഫി എന്ന് പറയുന്ന ഡയറക്ടർ തരുന്ന ഒരു സ്വാതന്ത്ര്യവും അതിന്റെ സലീമേട്ടനൊക്കെ ഇങ്ങനെ നമ്മൾ ഫുൾ ഫോമിൽ അഴിഞ്ഞാടുക എന്ന് പറയുന്ന പോലെയുള്ള ഒരു ചെയ്ത്താണ് ഉണ്ടായിരുന്നു. അപ്പം സലീമേട്ടന്റെ പുറത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു എപ്പോഴും? അത് ഷാഫിനോട് തന്നെ ചോദിക്കണം എന്തായിരുന്നു എന്നുള്ളത്. എന്നിരുന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സിനിമ എന്നുള്ളത്. അതെ അതെ, അതായിരുന്നു. അതെനിക്ക് പറയാം. കാരണം എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഒന്നെങ്കിലും പറയുന്നത് നമ്മളിപ്പോൾ ഒരു കോമഡി പറഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കും. പല സിനിമയിൽ നിന്ന് ഉപേക്ഷിച്ച സാധനങ്ങളൊക്കെ ഞാൻ ഷാഫിയുടെ പുറത്തേക്ക് കൊണ്ടിട്ടുണ്ട്. അത് തള്ളിക്കളഞ്ഞ സാധനങ്ങൾ വേണ്ട ബൗദ്ധികമായിട്ട് തള്ളിക്കളയുന്നത് ശരിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ പറയുന്നില്ല ഏതാണെന്നൊന്നും പറയുന്നത്. അത് ഷാഫി നമുക്ക് കയറ്റാന്ന് പറയാം. എവിടെയെങ്കിലും സ്ക്രിപ്റ്റൊക്കെ എനിക്ക് നേരത്തെ തരും. ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ ഒന്ന്. അപ്പോൾ അസിസ്റ്റൻസിനോട് വിളിച്ച് പറയുകയും ചെയ്യും, സലീമിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് കൊടുത്തേക്ക്, നാളെ എടുക്കാൻ പോണ. അപ്പോൾ ഷാഫിക്ക് പറയാം എന്തെങ്കിലും സംഭവങ്ങൾ. അല്ല, തിരക്കഥാകൃത്തിന് എല്ലാം എഴുതി വെക്കാൻ പറ്റില്ലല്ലോ, മൈന്യൂട്ടായ സംഭവങ്ങളൊന്നും നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ അല്ലാണ്ട് മൊത്തം നമ്മൾ തിരുത്തിയതെന്നല്ല അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ, അങ്ങനെ പറഞ്ഞ പല സംഭവങ്ങളും സൂപ്പർ ഹിറ്റുകളായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇത് ഷാഫിയുടെ പടമാണ്. അപ്പോൾ ഒട്ടുമിക്ക പടങ്ങളിലും ഞാനുണ്ട്. ഒരു 90% പടത്തിൽ, 2 പടത്തിൽ ഞാൻ ഇല്ലാത്ത എൻ്റെ അവസ്ഥയും കൊണ്ട് ഞാൻ ഇല്ലാണ്ട്. സലീമേട്ടൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് ഷാഫി പറഞ്ഞേ നമുക്ക് ചെയ്യാം 2 Countries എന്നത് പടം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ പടത്തിലും ഞാനുണ്ട്. അപ്പോൾ 2 Countries ഷൂട്ടിംഗ് എത്തിയപ്പോൾ ഷാഫി എന്നോട് പറഞ്ഞു, സലീം അത് പേടിക്കണ്ട, നമുക്ക് ധൈര്യമായിട്ട്. അപ്പോൾ ഷാഫി, ഞാൻ എങ്ങനെ ഇവിടെ തട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസർക്ക് വലിയ നഷ്ടം വരണം. അപ്പോൾ ഞാൻ ആരോഗ്യം വരെയാണെങ്കിൽ സമയമുണ്ടല്ലോ നമുക്ക് ഇനി. അങ്ങനെയാണ് പറഞ്ഞത്. വിദേശത്ത് ഷൂട്ടിംഗ് ആയതുകൊണ്ട് അല്ല, ഞാൻ വയ്യാത്തതുകൊണ്ടാണ്. അല്ല, അത് 2 Countries ഒക്കെ വിദേശത്തായിരുന്നു. അല്ല, നമ്മുടെ സംഭവം ഇവിടെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസർക്കൊക്കെ ഭയങ്കര ലോസാണ്. ഷാഫിക്കും അത് വലിയ കുഴപ്പമാണ്. അപ്പോൾ ഞാനായിട്ടില്ല. അപ്പോൾ അതൊന്നുമില്ല, അങ്ങനെയൊന്നും പറയണ്ട, അങ്ങനെ കെട്ടിയൊന്നും പറയണ്ട, നമുക്ക് ചെയ്യാം, ഞാൻ എല്ലാവിധ ഇതും തരാം. ഞാൻ പറഞ്ഞു ഇല്ല. കാരണം ഷാഫി എപ്പോഴും പറഞ്ഞു, കാരണം കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ പടങ്ങളിൽ സലീമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നായാലും ഒരിക്കലും ഇത് പിരിയാൻ ഷാഫി, എന്നായാലും ഒരിക്കലും ഇപ്പോൾ. അപ്പോൾ എൻ്റെ വിചാരം ഞാൻ തട്ടിപ്പോകുന്നതാണ്. അത് തന്നെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് ഞാൻ പറഞ്ഞ ഷാഫി എന്നായാലും ഞാൻ നമ്മൾ തമ്മിൽ പിരിയേണ്ട ആൾക്കാരാ. അതിപ്പോഴും അങ്ങോട്ട് പിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പടത്തിന് ഷാഫിക്ക് അത് വിഷമം ഉണ്ടാവില്ല. ഇത് അയ്യോ എൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പടങ്ങൾ അങ്ങനെ വിഷമം ഉണ്ടാവില്ല. പക്ഷേ അടുത്ത പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. 2ാമത്തെ പടത്തിൽ, അതിന് ശേഷമുള്ള പടത്തിൽ ഇല്ല. ഒരു പടത്തിൽ ഞാൻ ഇല്ലെങ്കിലും എൻ്റെ പേര്, എൻ്റെ ഫോട്ടോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കിയളി എന്ന് പറഞ്ഞിട്ടൊരു അതും നല്ല ഇതായി. ഓക്കിയളി എന്ന് പറഞ്ഞത് ബിബിനൊക്കെ ഉള്ളൊരു അത് തന്നെ ബോംബ് കഥ, പഴയ ബോംബ് കഥ. അതില് ഫോട്ടോ ഉപയോഗിച്ചിട്ട് അതിന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ പടത്തിലെന്നുള്ളൂ നിങ്ങളുടെ ഫോട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒട്ടുമിക്ക പടങ്ങളിലുണ്ട്. അല്ല, ഞാൻ ഈ സലീമേട്ടനോടുള്ള ഒരു ധൈര്യം സ്നേഹം ഞാൻ ചോദിക്കുന്നത്, എനിക്കൊന്ന് മായാവി എന്നൊക്കെ പറയുന്ന സിനിമ വരുമ്പോ മമ്മൂക്ക എത്രയുണ്ടോ അതിനൊപ്പമോ കൂടുതലോ ഒക്കെ സലീമേട്ടനുണ്ട്. അതായത് കണ്ണസ്രാങ്ക് എന്ന് പറയുന്ന ആള് ഒരു സീൻ കഴിഞ്ഞ് സ്ലോ മോഷൻ ആകുമ്പം നീ എവിടെ നിൽക്ക്, ശിഷ്യം പുറകെ നടന്നാൽ മതി, ഞാൻ മുന്നിൽ നടക്കുമെന്നും പറഞ്ഞിട്ട് കയറി നടക്കുന്നൊരു കഥാപാത്രത്തെ തരികയാണ്. അന്നത്തെ സാഹചര്യത്തിൽ മമ്മൂക്കയുടെ അത് പറഞ്ഞല്ലേ ആ കഥാപാത്രം ചെയ്യുന്നതിനകത്ത് സലീമേട്ടൻ എന്ന് പറയുന്ന ഒരാളോട് ആ ഡയറക്ടർ കാണിക്കുന്ന ഒരു വിശ്വാസം വളരെ വലുതാണ് അല്ലേ. ആ പടം എടുത്താൽ ശരി, ഇനി പുലിവാൽ കല്യാണം എടുത്താൽ ആ സിനിമയിൽ മണവാളന്റെ വരവും മണവാളന്റെ വളർച്ചയും, പുലിവാൽ കല്യാണം മണവാളന്റെ കഥയും കൂടെയാണ്. അപ്പൊ സലീമേട്ടന് തരുന്ന ഒരു സ്പേസ് വളരെ വലുതായിരുന്നു അല്ലെ. സിനിമയ്ക്ക് പുറത്ത് നിങ്ങളുടെ അത്തരത്തിലുള്ള പോപ്പിക്കോണാ അങ്ങനത്തെ ഒരു പടമുണ്ട്. പോപ്കോൺ അല്ല, ലോലിപോപ്പ് അല്ല, പൃഥ്വിരാജൊക്കെ ജയസൂര്യൊക്കെ ഉള്ളത്. ചോക്ലേറ്റ് കോളേജ് കുമാരൻ. കോളേജ് കുമാരനല്ല, കോളേജ് ചെന്നിട്ടുള്ള ഒരു സംഭവം. ഏകദേശം കോളേജ് മാർഗംകളിക്കാരെ അങ്ങനെ എല്ലാ പടത്തിലും ഷാഫിയുടെ എല്ലാ പടങ്ങളിലും ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം തന്നെയായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്.
സിനിമയ്ക്ക് പുറത്ത് നിങ്ങളുടെ സൗഹൃദ സംഭാഷണങ്ങളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു ഇത്രയും കഥാപാത്രങ്ങൾ പോപ്പുലർ ആയതിനെ പറ്റി പിന്നീട് അല്ല സംസാരിച്ചിട്ടുണ്ട്? ഷാഫി എനിക്ക് അയച്ചു തരും ഇതൊക്കെ, ഈ ട്രോളും മീമൊക്കെ അയച്ചുകൊണ്ട് പറയും ഇതൊക്കെ എൻ്റെ പടത്തിലേട്ടാ എന്ന് അടിക്കുറിപ്പുണ്ടാവും അതിനകത്ത്. അത് സൗഹൃദം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബപരമായിട്ട് സൗഹൃദമുണ്ട്. പിന്നെ ഞങ്ങൾ ഉടക്കുന്നൊരു സ്ഥലമുണ്ട്, ആ. ഭയങ്കര ശത്രുതയിലാവും. ശത്രുതയാവുന്ന വെച്ചാൽ ഈ ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയം ആ. ഒച്ചപ്പാടും ബഹളവും ഇട്ടുണ്ട്, ചൂടാവും, ഒച്ചപ്പാടായി ഇതായി ഈ ചായക്കടലിൽ രാഷ്ട്രീയം പറയൂലേ, ആ. അതേ ടൈപ്പ് ആയിക്കോളൂ. ഇലക്ഷൻ കഴിഞ്ഞാൽ അത് പോയി. ആ. ട്രോളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഷാഫി ഒരു അസാധ്യ മാർക്സിസ്റ്റുകാരനാണ്. ഓ. അസാധ്യ മാർക്സിസ്റ്റുകാരൻ വെച്ചാൽ തീപ്പൊരിയാണ് ഷാഫി. ആ. അപ്പൊ ഞാൻ നേരെ ഓപ്പോസിറ്റും കൊടും കോൺഗ്രസ് കോൺഗ്രസ്സുകാർ. കൊടും കോൺഗ്രസ്സുകാരനാണ്. അങ്ങനെ ഈ മാർക്സിസ്റ്റ് കോൺഗ്രസ് സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് ആ. വാക്കുകൾ കൊണ്ട്. അല്ലാണ്ട് വേറെ വേറെ വഴക്കൊന്നുമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതപ്പോ തീർന്നു. ഇലക്ഷൻ കഴിയുമ്പോ എന്താണ് അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വെച്ചാല് ഇത്രയും നാൾ നമുക്ക് ഇപ്പൊ നമ്മ കുറച്ച് ഇപ്പോഴും റെസ്റ്റിലാണ് ഞാൻ. ഷാഫി ഉണ്ടല്ലോ, നമ്മൾ റെസ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴും നമുക്ക് പറയാനൊരാളുണ്ട്. ഷാഫി നല്ലൊരു വേഷം വേണം. അതെ, വേഷം വേണമെന്ന് അതൊരു ധൈര്യമാണ്. അത് പോയി, നഷ്ടപ്പെട്ടു. ഇപ്പോ ഷാഫി സാറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിരവധി ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങൾ ചെയ്തിട്ടുള്ള അഭിനേതാവ് ഷാജോൺ അദ്ദേഹത്തെ ഓർക്കുന്നു. ഷാഫിക്കയുടെ ഒരു 4-5 സിനിമകളിൽ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. സത്യത്തിൽ ഒരു തവണ കണ്ട് നമ്മളൊന്ന് സംസാരിച്ചാൽ മതി, പിന്നെ നമുക്ക് ഷാഫിക്കാനെ മറക്കാൻ പറ്റില്ല. എവിടെ വെച്ച് കണ്ടാലും നമ്മൾ സംസാരിക്കും, നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കും. ഷാഫിക്കയുടെ അങ്ങനത്തെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഒരിക്കലും ഇത്രയധികം സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത ഒരു സംവിധായകനാണെന്നുള്ളൊരു ഭാവം അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തിലുള്ള പ്രവർത്തനം ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. അതെനിക്ക് തോന്നുന്നു സിദ്ദിഖ് എന്ന് പറയുന്നൊരു വലിയ ഫിലിം മേക്കറുടെ പേരോടൊപ്പം ചേർന്ന് വന്ന ആളുകളായതുകൊണ്ടാവാം റാഫിക്കാണെങ്കിലും ഷാഫിക്കാണെങ്കിലും ഒക്കെ വളരെ സിമ്പിളായിട്ട് പെരുമാറുന്ന ആളുകളാണ്. ഷാഫിക്കോട് എനിക്ക് പിന്നെ കൂടുതൽ അടുത്ത് പരിചയപ്പെടാനും അദ്ദേഹത്തെ മനസ്സിലാക്കാനും പറ്റും. ഞങ്ങൾ ഒരുമിച്ചൊരു 2018 അമേരിക്കൻ ട്രിപ്പ് പോയിരുന്നു. ബീച്ചേട്ടനായിരുന്നു, ബിജുമേനോൻ ബീച്ചേട്ടനായിരുന്നു അത് ലീഡ് ചെയ്തിരുന്നത്. ഷാഫിക്കായിരുന്നു ഷോയുടെ ഡയറക്ടർ. അപ്പോൾ ആ ഒരു മാസം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ പറയുക, അങ്ങനെ ഒരുപാട് ക്ലോസ് ആയത് ആ ഒരു ഷോയിൽ വെച്ചിട്ടാണ്. ഷാഫിക്ക് ഇപ്പോൾ നമ്മളോട് ഇല്ലെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഒരുപാട് ചിരികളും ഒരുപാട് സന്തോഷങ്ങളുള്ള ഒരുപാട് നിമിഷങ്ങളും ഒക്കെ മനസ്സിലേക്ക് അറിയാതെ ഓടി വരും. ആ ചിരികളും സന്തോഷങ്ങളും ഒക്കെ എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. ഒരാളെ കൂടെ ഞാൻ ഈ അവസരത്തിലൊന്ന് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. മലയാള സിനിമയിൽ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ നിരവധി അനവധി, തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾ, നിരവധി തിരക്കഥകൾ ഒരുക്കിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ, മലയാളി എക്കാലവും ഓർക്കുന്ന ഒരുപാട് നല്ല ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ, ഏറെ ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നിങ്ങൾ തമ്മിലൊരു പരിചയം ഏത് കാലം തൊട്ടുണ്ട് ഷാഫി സാറുമായിട്ട്? ഷാഫി അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലം പോലെ പരിചയമുണ്ട്. പിന്നെ 1 man ഷോ ഷൂട്ടിങ്, ഷാഫിയുടെ ഫസ്റ്റ് വൺ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എൻ്റെ സിവിയുടെയൊക്കെ ഒരു സിനിമ സെയിം ലൊക്കേഷൻ, ഷാഫിയുടെ പടവും ഞങ്ങളുടെ പടവും പൊള്ളാച്ചിയിലായിരുന്നു ഷൂട്ട് ചെയ്യുന്നത്. ജമീന്ദാർ എന്ന് പറഞ്ഞ പടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇടയ്ക്ക് കാണും, ഞങ്ങൾ ഹോട്ടലിൽ വെച്ച് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഷാഫി പറയും അടുത്ത സിനിമ നമുക്ക് ഒന്നിച്ച് ചെയ്യണം എന്ന് പറയാറുണ്ട്. പക്ഷേ അത് നടന്നില്ല. അത് കല്യാണരാമനായിരുന്നു. അതിന് ശേഷം ആണ് ഞങ്ങൾ പുലിവാൽ കല്യാണം. അന്ന് ആ എഴുത്ത് മുതൽ ഏകദേശം ഈ അടുത്ത സമയം വരെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു കോള് എപ്പോഴും ഉണ്ടാവും. കാരണം ഈ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തമാശ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം വിളിക്കുന്നത് ഒരാൾ ഷാഫി ആയിരിക്കും. കാരണം പുള്ളിക്ക് വഴക്കോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങോട്ടാണെങ്കിലും കളിയായിക്കൊണ്ടുള്ള ഒരു കോമഡി ഉണ്ടാക്കിയാലും പുള്ളി ഇങ്ങോട്ട് വിളിക്കും. അങ്ങനെ ഒരു ഭയങ്കര സൗഹൃദം ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞങ്ങളൊരു പടം, ഞങ്ങൾ പുലിവാൽ കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിട്ടില്ല. അപ്പോൾ പലവട്ടം പല സിനിമകളും പ്ലാൻ ചെയ്തു. പക്ഷേ ഷാഫിയുടെ തിരക്കും നമ്മുടെ തിരക്കും മൂലം അതൊന്നും നടന്നിട്ടില്ല.
പിന്നെ ഈ അടുത്ത സമയത്ത് ഞങ്ങൾക്ക് വീണ്ടും അതുപോലെ ഒരു കോമഡി സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കുകയായിരുന്നു ഒരു 5-8 മാസം. ശരിക്ക് ആ ഒരു ടൈപ്പ് ഓഫ് നമ്മൾ തിയേറ്ററിൽ ഒരു 1000 പേര് ഒന്നിച്ചിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന കോമഡി സിനിമകളുടെ ഒരു മിസ്സിംഗ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്നാൽ മലയാള സിനിമയിൽ എപ്പോഴും ഒരു ആക്ഷൻ പടം ചെയ്ത ഒരു ഡയറക്ടർക്ക് കിട്ടുന്ന ഒരു വാം വെൽക്കം, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ആക്ഷൻ പടം ഹിറ്റ് ചെയ്ത ഒരാൾക്ക് കിട്ടുന്ന ഒരു സ്റ്റാർഡം, ഒരു ഹ്യൂമർ പടം വളരെ പോപ്പുലറായി ഹ്യൂമർ ചെയ്ത ആൾക്കാർക്ക് അതുപോലെ കിട്ടിക്കൊള്ളണം എന്നുള്ള നിർബന്ധവുമില്ല അല്ലേ? ഷാഫി സാർക്ക് എത്ര ഇൻഡസ്ട്രി ഹിറ്റുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ ഹിറ്റൊന്നുമല്ല, വലിയ ഹിറ്റുകൾ, അത് റിപ്പീറ്റ് വാല്യൂ ഉള്ള ഹിറ്റുകൾ ചെയ്തിട്ടുള്ള ആളാണ് അല്ലേ? തീർച്ചയായിട്ടും അത് നമ്മൾ പലപ്പോഴും ഞങ്ങൾ പറയാറുള്ള കാര്യങ്ങളാണ്. ഹിറ്റ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും തോക്ക് ഉള്ള പടങ്ങൾ ചെയ്യുന്ന ഡയറക്ടറും സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ തോക്കെടുത്ത് പെരുമാറുന്ന ആൾ വേണം. അപ്പോൾ അവരൊക്കെയാണ് ഹിറ്റ് മേക്കറും സൂപ്പർ സ്റ്റാറുകളൊക്കെ. പക്ഷേ ഇൻഡസ്ട്രിയെ ഒരു മിനിമം ഗ്യാരണ്ടി കൊണ്ടുപോകുന്നത്, ഒരു സിനിമ കൊണ്ടുപോകുന്നത് ശരിക്കും ഈ കൊച്ചു ഹ്യൂമർ പടങ്ങളും അതിൻ്റെ വൻ വിജയങ്ങളും ഇതൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ആൾക്കാർക്ക് ഫാമിലിയായിട്ട് കണ്ട് ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണുന്നതും ഈ കോമഡി പടങ്ങളാണ്. അതിനകത്ത് ഷാഫിയുടെയൊക്കെ പങ്ക് വളരെ വലുതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരെ ഈ കോമഡി പടങ്ങൾ ചെയ്യുന്നുള്ളൂ. ഞങ്ങളിപ്പോൾ രണ്ടാമത് കൂടി ആലോചിച്ചപ്പോൾ ഞങ്ങൾ പറയുക എത്ര പേര് നമ്മളോടൊപ്പം ഉണ്ടാവും ഈ കോമഡിക്ക് കൂട്ടായിട്ട്. ഞങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ അവരൊക്കെ സീരിയസ് ആയി പോയി. സലീമിനൊക്കെ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സലീമൊക്കെ വലിയ സീരിയസ് ആർട്ടിസ്റ്റായി, കോമഡിയൊക്കെ പറഞ്ഞു തുടങ്ങി, സുരാജ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരോടും ഒത്തുചേർന്ന് നമുക്ക് പഴയ പോലെ ഒരു കോമഡി പടം അതെടുക്കണമെന്നായിരുന്നു പുള്ളിയുടെയൊക്കെ അവസാന സമയത്തൊക്കെ ഭയങ്കര ആഗ്രഹം അതായിരുന്നു. അത് ഞങ്ങൾ ഏകദേശം പൂർത്തിയാക്കി വെച്ചതാണ്. പക്ഷേ ഈ പുലിവാൽ കല്യാണം പറഞ്ഞ പടം എടുത്തപ്പോൾ ഞാനിപ്പോൾ സലീമേനോട് ചോദിക്കുമായിരുന്നു, ഈ ഉദയേട്ടൻ്റെ മാത്രം സൃഷ്ടികളാണോ അതോ ഈ കഥാപാത്രങ്ങളെ ഉണ്ടാക്കുന്നതിനകത്ത് ഷാഫി സാറിൻ്റെ ഒരു ഇടപെടലുകളുണ്ടോ? പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു സബ്ജക്റ്റ് പൂർണ്ണമായിട്ടും നമ്മൾ എഴുതിയ ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്നതിനേക്കാൾ ഉപരി ആ സ്ക്രിപ്റ്റിനോടൊപ്പം ഇരുന്ന് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. അതിൻ്റെ ഒരു ചെറിയ ഡെവലപ്മെൻറ്റ്സ്, നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടി, അതിന് നമുക്ക് ഇങ്ങനെ ഒരു പേരിട്ടാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ശരിക്കും നമ്മൾ പ്രീ പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന, ഇപ്പോൾ ഷൂട്ടിനേക്കാളും ഉപരി എൻജോയ് ചെയ്യുന്ന മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എഴുത്തിൻ്റെ പരിപാടിക്ക് എല്ലാവരും ഒത്തുചേർന്ന് ഓരോ വളർച്ചയും നമ്മൾ അതിന് പങ്കാളികളാവുക. ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോഴൊക്കെ അങ്ങനെയായിരുന്നു. വൈകുന്നേരം വന്നിട്ടാണ് ഡിസ്കഷൻ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഷാഫി കൂടെ ഇരിക്കും. ഷാഫിയുടെ ഒരു പ്രത്യേകതയാണ് അത്. പലരും കൂടെ ഇരിക്കാറില്ല. സ്ക്രിപ്റ്റൊക്കെ പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷമാണ് ഡിസ്കഷൻ തുടങ്ങുന്നത്. ഇത് പുള്ളി നേരത്തെ വരുമായിരുന്നു. ഇപ്പോൾ ഇനി ഷാഫി സാറിൻ്റെ ഓർമ്മകളുമായി മലയാളികളുടെ പ്രിയപ്പെട്ട നായിക മിയ. ഷാഫി സാർ എന്ന് പറയുമ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സാറിൻ്റെ ചിരിച്ച മുഖമാണ്. ഞാൻ ചിരിക്കാത്ത ഒരു മുഖമായിട്ട് ഞാൻ ഷാഫി സാറിനെ കണ്ടിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. ഷൂട്ടിംഗ് ആവുമ്പോൾ ഞാൻ ഷെർലക് ടോംസ് എന്ന് പറയുന്നൊരു സിനിമയാണ് സാറിൻ്റെ ചെയ്തത്. അപ്പം ഷൂട്ടിംഗ് ആകുമ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ ടെൻഷൻസൊക്കെ ഉണ്ടാവും. ഒരു ദിവസം ഒരു മഴച്ചാറിൽ കണ്ടാൽ തന്നെ അയ്യോ ഇന്ന് പ്ലാൻ ചെയ്ത സീൻ തീരാതാവുമോ, അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ സാറിനെ അങ്ങനെ വല്ലാണ്ട് ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ ചിരിക്കാത്തൊരു മുഖമായിട്ട് ഞാൻ ഒരിക്കലും ഷാഫി സാറിനെ കണ്ടിട്ടില്ല. സാർ ഒരു എൻ്റർടൈനർ തന്നെയായിരുന്നു. എനിക്ക് ആലോചിക്കുമ്പോൾ സാർ ഒരുപാട് കഥകൾ പറയുമായിരുന്നു. സാറിൻ്റെ സിനിമകളിലെ തന്നെ തമാശ സീനുകൾ എടുത്തപ്പോൾ ഉള്ള അനുഭവങ്ങളും അതിലെ തമാശകളും എപ്പോഴും എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഒരു ഫൺ എലമെൻറ്റ് മിക്സ് ചെയ്തായിരിക്കും ഷാഫി സാറ് പറയാറുള്ളത്. അതിപ്പോൾ സ്വന്തം ഫാമിലീനെ പോലും സാറ് വെറുതെ വിടാറില്ലെന്ന് വേണമെങ്കിൽ പറയാം. സാറിൻ്റെ ഫാദറിനെയും വീട്ടുകാരെയും മോളെയും മക്കൾ ഉണ്ടാക്കിയ തമാശകൾ പോലും എൻ്റെ മോളൊരു ദിവസം പറയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാറ് നമ്മുടെ അടുത്ത് കഥകൾ പറയുമായിരുന്നു. എനിക്കിപ്പോഴും എന്താ പറയുന്നത്, സാറിൻ്റെ ഒരു ചിരിച്ച മുഖം തന്നെ എന്നും എൻ്റെ മനസ്സിലുണ്ടാവത്തുള്ളൂ. അതെനിക്ക് തോന്നുന്നു സാറിൻ്റെ പരിചയക്കാർക്കും എല്ലാവർക്കും അത് അങ്ങനെ തന്നെയായിരിക്കും. ആ ചിരിച്ച മുഖം അത് തന്നെ മതി എൻ്റെ മനസ്സിൽ നിന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഒരാളെ കൂടെ ഞാൻ ഈ അവസരത്തിൽ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരുപാട് രസമുള്ള കഥാപാത്രങ്ങളും സിനിമകളും മുഹൂർത്തങ്ങളും എല്ലാം നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരാളാണ്
ഏറെ സ്നേഹത്തോടെ വിളിക്കുന്നു. ഷാഫി സാറിനോടൊപ്പം നിരവധി ചിത്രങ്ങൾ നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ള തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലം. ബെന്നി ചേട്ടാ നമസ്കാരം. ഇപ്പം ഉദയേട്ടനോട് സംസാരിച്ചപ്പോൾ പറയായിരുന്നു സിനിമയിലെ ഈ എഴുത്തിനോടൊപ്പം ഇരിക്കുന്ന ഒരു രീതിയായിരുന്നു ഷാഫി സാറിനെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സിനിമയിൽ രണ്ടുപേര് തമ്മിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നർമ്മം വേണം എന്നുള്ളതുപോലെ നർമ്മങ്ങൾ പല സിനിമകളിലും ഉണ്ടായിട്ടുമുണ്ട്. ഇപ്പം ചട്ടമ്പി നാട് എന്ന് പറയുന്നൊരു സിനിമ എടുത്താൽ ആ നാട്ടിലുള്ള ഒരുപാട് പേര്, അത് സൈക്കിളിൽ ബലൂൺ കെട്ടിവെച്ചേക്കുന്ന സലീമേട്ടനാണേലും സുരാജേട്ടനാണേലും ചായക്കടയിലിരിക്കുന്ന താടി വലിച്ചിരിക്കുന്ന പറയുന്ന ആളാണെങ്കിലും ഉൾപ്പെടെ എല്ലാവരും ജനാർദ്ദൻ ചേട്ടനും മമ്മൂക്കയും ഒക്കെ പല തരത്തിൽപ്പെട്ട കഥാപാത്രങ്ങളെയാണ് പോർട്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഇരിപ്പിൽ ഷാഫി സാറിന്റെ ഇരിപ്പും കോൺട്രിബ്യൂഷനും ഉണ്ടോ കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നതിൽ? ചട്ടമ്പിനാട് ആലോചിക്കാനിരിക്കുന്നത് തന്നെ ശൂന്യമായ മനസ്സോടെ, ഒന്നുമില്ലാതെയാണ്, കഥ ഒന്നുമില്ലാതെ അടുത്ത മമ്മൂക്ക പ്രോജക്റ്റ് ഷാഫി ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ എഴുതുന്നു എന്ന് പറഞ്ഞായിരിക്കുന്നത്. അത് എൻ്റെ ഫ്ലാറ്റിലായിരിക്കുന്നത്. ഞങ്ങൾ ആദ്യമേ തൊട്ട് തന്നെ ഇങ്ങനെ ആദ്യത്തെ 3-4 ദിവസം കഥ തന്നെ സംസാരിക്കാറില്ല. ലോകവിശേഷങ്ങളൊക്കെ പറഞ്ഞ് നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഏതെങ്കിലും ഒരു സംഭവത്തിലേക്ക് ലാൻഡ് ചെയ്യും. അപ്പോൾ അതിൽ ആദ്യം ലാൻഡ് ചെയ്യുന്നത് മമ്മൂക്കയുടെ ക്യാരക്ടർ ഇങ്ങനെ കന്നഡയും മലയാളവും കലർന്ന ഒരു സ്റ്റൈലിലുള്ളൊരു ക്യാരക്ടർ പിടിക്കാം എന്ന് മാത്രമാണ് ആകെയുള്ളൊരു ചിന്ത വരുന്നത്. അങ്ങനത്തെ ഒരു അപ്പം വിധേയ എന്ന് പറഞ്ഞൊരു പടത്തിൽ മമ്മൂക്ക ആ ഒരു സ്ലാങ് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ വിധേയല്ല ക്യാരക്ടർ പോലെ അങ്ങനെ ആ സ്ലാങ് പിടിക്കാമെന്ന് മാത്രമുള്ള കഥ അതുമേന്ന് ആരംഭിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വിശേഷങ്ങൾ പറഞ്ഞിരിക്കും. ഇടയ്ക്ക് 3 ദിവസമായി കഥയിലേക്കൊന്നും പോയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു കഥയുടെ ഒരു ബേസിലേക്ക് വന്നു. പിന്നെ കഥാപാത്രങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നോ ഇങ്ങനൊരു ക്യാരക്ടറാകുന്നു. അതിൽ ഷാഫിയും ഒരുപാട് ഔട്ട്പുട്ട് തരും. നമ്മൾ എന്ത് പറഞ്ഞാലും അതിനൊരു ബൗൺസിങ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലൊരു മുഖം ഉണ്ടാകുക, അത് സംവിധായകനും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ടുള്ള ആവേശങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് ഇടയ്ക്ക് പിന്നെ കഥയുടെ കാര്യങ്ങൾ വിട്ടിട്ട് പിന്നെ നാട്ടുവർത്താനത്തിലേക്ക് പോകും. നാട്ടുവർത്താനത്തിൽ പഴയ കാര്യങ്ങൾ, ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന പഴയ കാര്യങ്ങളും നാട്ടിൽ നടന്ന ചില സംഭവങ്ങളും ഷാഫിയുടെ പണ്ടത്തെ കഥകളൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ ഒരു സാധനം അത് കൊള്ളാലോ, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആ ക്യാരക്ടറൈസേഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് പിടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മോൾഡ് ചെയ്ത് ഒരു ഷാഫിയുടെ മുന്നിലിരുന്ന് തന്നെ ഷാഫിയും ഞാനുമായിട്ട് തന്നെ പറഞ്ഞ് തന്നെ പലതും ഉണ്ടാവും. അങ്ങനെ ഒരു A to Z സംവിധായകൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അത് ഷാഫിയുടെ കൂടെ ഇരിക്കുമ്പോഴാണ് സാധാരണ സംഭവിക്കാറ്. അത് നല്ല എനിക്ക് ഏറ്റവും സിംഗിൾ ഡയറക്ടറാണ് ഷാഫി. നിങ്ങൾ ഒന്നിച്ച് ഷാഫി സാറിന് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള എഴുത്തുകാരൻ? ഏറ്റവും കൂടുതൽ പടം ചെയ്തേക്കുന്നത് ഞാൻ 5 ചിത്രങ്ങൾ 5 സിനിമകൾ കൂടുതൽ ചെയ്തേക്കുന്നത് ഞാനാണ്. അപ്പോൾ ഷാഫി എന്നെ പറയും എനിക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ എഴുതിയേക്കുന്നത് എന്നുള്ള രീതിയിൽ പറയും. തുടങ്ങിയത് കല്യാണരാമൻ എന്ന് പറഞ്ഞ പടം സൂപ്പർ ഹിറ്റായിരുന്നു. ഞങ്ങൾ തമ്മിൽ അവസാനം ചെയ്തത് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന് പറയുന്നതും അതും സൂപ്പർ ഹിറ്റായിരുന്നു. അങ്ങനെ തുടക്കവും അവസാനവും 2 ഹിറ്റുകളിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. അപ്പോൾ ഇപ്പം നമ്മുടെ ചട്ടമ്പി നാടനെ കുറിച്ച് പറഞ്ഞ സാഹചര്യത്തിൽ ഒരു കൾട്ട് ക്യാരക്ടറായി മാറിയ ദശമൂലം ദാമു എന്ന് പറയുന്ന ക്യാരക്ടർ അത് അവതരിപ്പിച്ച സുരാജ് വെഞ്ഞാറമ്മൂട് ഇപ്പോൾ ഷാഫി സാറിനെ ഓർക്കുന്നു. ഷാഫി സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മായാവി എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ചാൻസ് ചോദിച്ചിട്ട് അവിടെ എത്തുന്നത്. അന്ന് ഷാഫി സാറും റാഫി സാറും എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും അന്ന് തുടങ്ങിയൊരു ബന്ധമുണ്ട്. എന്നിട്ട് ഈ ലൊക്കേഷനിലൊക്കെ നമ്മുടെ സീൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാനീ തുടക്കക്കാരനല്ലേ, ഞാനൊന്ന് ദൂരെയൊക്കെ മാറി നിൽക്കുക. എനിക്കിത് എന്താണ്, ഇതിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഷാഫി സാർ ഇങ്ങനെ ദൂരെ മാറിയിരുന്ന് എന്നെ നോക്കിയിട്ട് ഒരു തുടക്കക്കാരനായിട്ടും ഷാഫി സാർ നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് സുരാജ് ഇങ്ങനെ മാറിയിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളിയോടൊപ്പം അതുപോലെ തന്നെ നമ്മൾ സ്ക്രീനിൽ കണ്ട് കൈയടിക്കുന്ന നമ്മുടെ മമ്മൂക്ക, മറ്റ് പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവർക്കും ഒപ്പം എന്നെ ഇരുത്തുകയും എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത ഒരു സംവിധായകനാണ് ഷാഫി സാറ്. ഇപ്പോൾ ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് സുരാജെ ഇവിടെ നമുക്ക് എന്തൊക്കെ ഇതിൽ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു തരികയും ഒരു നടനെന്ന രീതിയിൽ എന്നെ ഒരുപാട് മോൾഡ് ചെയ്ത ഒരു സംവിധായകനാണ് ഷാഫി സാറ്.
ഏകദേശം ഒരു 10-18 വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ്. അത് ഡയറക്ടർ ആക്ടർ ഉള്ള ബന്ധമല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് ഫാമിലി പരമായിട്ടും ബന്ധമുള്ള ആളായിരുന്നു. ദശമൂലം ദാമു എന്ന ടാഗ് ലൈൻ എനിക്ക് സമ്മാനിച്ച ഷാഫി സാറാണ്. പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഒരു ജ്യേഷ്ഠ സഹോദരനെയാണ് നഷ്ടപ്പെട്ടത്. എഴുത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ കൗണ്ടർ പറയുന്നു, നർമ്മം കൃത്യമായി അടയാളപ്പെടുത്തുന്നു എന്നൊക്കെ ഒപ്പം തന്നെ ഡയറക്ടർ ഷാഫി സാർ ഒരു ഉഗ്രൻ ടെക്നീഷ്യനും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ എടുക്കുന്ന രീതികളും വളരെ, നമ്മൾ ഈ തമാശയെക്കുറിച്ച് പറയുന്നതുകൊണ്ടും ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ എപ്പോഴും അതിങ്ങനെ പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അധികം ശ്രദ്ധിക്കാതെ വിടുന്നൊരു സ്ഥലമാണ് ഷാഫി സാറിൻ്റെ ഒരു ഡയറക്ടോറിയൽ കാലിബർ എന്ന് പറയുന്നത്. അദ്ദേഹം ചെയ്ത പല പടങ്ങളിലെയും സീനുകളും ഇപ്പം ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഒന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഷാഫി സാർ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പാസിങ്ങും പരിപാടികളുണ്ടല്ലോ, ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ എത്രയോ പടങ്ങളിൽ ഈ ചട്ടമ്പിനാട് ഉൾപ്പെടെ ഈ മേരിക്കൊണ്ടൊരു കുഞ്ഞാടൽ ഉൾപ്പെടെയൊക്കെ ചില പാസിങ്ങുകൾ, അതിൻ്റെ ദൂരം അകലങ്ങളൊക്കെ വെക്കുന്നതിലൊക്കെ ഇപ്പോൾ കാറ് നിർത്തിയിട്ടിട്ട് ഇന്നസെൻ്റ് ഏട്ടനും ആയിട്ട് ഒരു സംസാരിക്കുന്ന ഒരു സീനുണ്ട് ഈ പടത്തിൽ. മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന് പറയുന്ന സിനിമയിൽ ഒരു കാറ് മുകളിൽ നിർത്തിയിട്ട് ഒരു പുൽക്കറ്റയായിട്ട് ആ സമയത്ത് ഒരു സ്ത്രീ പാസ് ചെയ്ത് പോകുന്ന ഡയലോഗിനനുസരിച്ച് അകലം വെക്കുന്നു. അങ്ങനെയുള്ള എത്ര പടങ്ങളിലൊക്കെ ആയിരിക്കും അസിസ്റ്റൻ്റായിട്ട് നിന്നിട്ടുള്ളത് ഏതാണ്ട് ഷാഫി സാറ്? എനിക്കൊന്ന് ഒരു 10-15 പടമെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടാവൂലേ? അതെ, രാജസേന സാർ പടത്തിലായിരുന്നു ആദ്യത്തെ കൺമണി എന്ന് പറയുന്ന പടം. ഹിറ്റ് പടമാണ്. അതിലാണ് പുതുക്കോട്ടയിലെ പുതുമണവാളൻ റാഫി മെക്കാട്ടിൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത പടം. അതില് സിദ്ദിഖയുടെ കൂടെ ഹിറ്റ്ലർ എന്ന് പറയുന്ന സിനിമയിൽ നിന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഫ്രണ്ട്സിലും ഒക്കെ സിദ്ദിഖയുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് കണ്ടിട്ടുള്ളത്. സൂപ്പർമാൻ എന്ന് പറയുന്ന പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഒരു പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്രയും ഈ ഡയറക്ടർ എന്നുള്ള രീതിയിലും ഇത് ഒരു കഴിവെടുത്തു. പിന്നെ മ്യൂസിക് സെൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, നല്ല മ്യൂസിക് സെൻസ്. കാരണം കുറേ റെഫറൻസ് ഷാഫി പറയും. ഇങ്ങനെ ഇന്ന പാട്ട്, പഴയ ഹിന്ദി പാട്ടുകളുടെയും അതുപോലെ തന്നെ പല പാട്ടുകളും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇന്ന പാട്ട് അത്യാവശ്യം പാടുകയും ചെയ്യും ഷാഫി. വൈഫിന്റെ ഫാദർ വലിയ പാട്ടുകാരനല്ലേ? മ്യൂസിക് ഡയറക്ടറാണ്, പാട്ടുകാരനല്ല, മ്യൂസിക് ഡയറക്ടറാണ്. ഓ, സിനിമയിലെ ട്യൂൺ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം പാട്ട് ഇങ്ങനെ പാടും പുള്ളി. എന്നിട്ട് ആ ട്യൂണൊക്കെ ഇങ്ങനെ. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത്, വേറെ പടത്തിന് ഉപയോഗിക്കാതെ വിട്ടുപോകുന്ന ചില മ്യൂസിക് ഉണ്ടല്ലോ, അത് അവർ പറയും ഇന്ന പടത്തിന് ഇങ്ങനെ വെനിഗണേഷ് ഒക്കെ പറയും ഇങ്ങനെ കഴിഞ്ഞ പടത്തിന് ഞങ്ങൾ ഒരു പാട്ട് ചെയ്തിരുന്നു, പക്ഷെ അത് സിനിമയിൽ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞ് കാഷ്വലായിട്ട് പറഞ്ഞ പോയ കാര്യങ്ങൾ പിന്നീട് നമ്മൾ കമ്പോസിങ്ങിന് ഇരിക്കുമ്പോൾ ഓർത്തിട്ട് ഷാഫിർ അന്ന് ഒരു സംഭവം പറഞ്ഞില്ല, ഒരു ട്യൂൺ ഇങ്ങനെ നിങ്ങൾ ഉപയോഗിച്ചില്ലെന്ന്, നല്ല ട്യൂണായിരുന്നു, അല്ല എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് രണ്ടാമതൊരെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് അത് എടുത്തിട്ടുണ്ട്. ഓ, അത് ഏത് പാട്ടാണെന്ന് ഞാൻ മറന്നുപോയി. അങ്ങനെ ഈ പാട്ടിന്റെ കാര്യത്തിൽ നല്ല ഓർമ്മയാണ് എല്ലാ കാര്യങ്ങളും. നമ്മള് ആദ്യത്തെ പടം വൺ മാൻ ഷോ എടുത്താലും നല്ല പാട്ടും ഗ്രൂപ്പ് ഡാൻസുകളും ഒക്കെ ഉണ്ട്. കല്യാണരാമൻ എടുത്താല് നല്ല പാട്ടും ഗ്രൂപ്പ് ഡാൻസുകളുണ്ട്. പുലിവാൽ കല്യാണം എടുത്താലും ഗുജറാത്തി കാലത്തളയും തൊമ്മനും മക്കൾ എന്ന് പറയുന്നതിനകത്ത്, മായാവിയില്, ചോക്ലേറ്റില്, മ്യൂസിക് സെൻസ് എല്ലാ സിനിമകളിലും വളരെ ജനകീയമായിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉള്ള പാട്ടാണ്. അതും ഒരു മ്യൂസിക് സെൻസ് ഉള്ള ഡയറക്ടർക്ക് മാത്രമേ അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പാട്ടിന്റെ കാര്യത്തിൽ വളരെ കളർഫുൾ ആയിട്ടുള്ള പാട്ടുകളെ പറ്റി നമ്മൾ ഈ പറയുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ബഹുഭൂരിപക്ഷം സിനിമകളിലും പാടിയിട്ടുള്ള ഒരു ഗായകൻ നമ്മളോടൊപ്പം ഇവിടെ ചേരുകയാണ്. വളരെ പ്രിയപ്പെട്ട ഗായകൻ, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട അഫ്സൽ. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ഞാൻ പറഞ്ഞു ബഹുഭൂരിപക്ഷം സിനിമകളിലും പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഷാഫി സാറിന്റെ. രാക്ഷസിയും കല്യാണരാമനിലെ പാട്ടുമൊക്കെ ഏകദേശം ഒരേ റിലീസായിരുന്നു, ഒരേ സമയത്ത് 2002 ക്രിസ്മസ് റിലീസ് ചിത്രങ്ങളായിരുന്നു. രണ്ട് പടത്തിലെയും പാട്ടുകൾ ഹിറ്റാകുകയാണ്. അതില് കല്യാണരാമനിലെ പാട്ട് അഫ്സലിക്കൊക്കെ ഒരു വലിയ ബ്രേക്കാണ് തന്നിട്ടുള്ളത്. അതിന് തെരഞ്ഞെടുത്തതോ പറഞ്ഞതിലോ ഒക്കെ ഷാഫി സാറിന് പങ്കുണ്ടോ? അറിയാമായിരുന്നു? തീർച്ചയായിട്ടും. അതെനിക്ക് തോന്നുന്നു ബെന്നിച്ചേട്ടൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ. അതിന് കമ്പോസിങ് നേരത്തെ തുടങ്ങി, ബെന്നിച്ചേട്ടനും ഇഗ്നേസ് ചേട്ടനും കൂടി. അപ്പോൾ എൻ്റെ ട്രാക്ക് പാടാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ കലൂരത്തെ ലാൽ മീഡിയയിലാണ് വർക്ക് കംപ്ലീറ്റ് നടക്കണം. അപ്പോൾ അന്ന് ഞാൻ ട്രാക്ക് പാടാൻ ചെന്ന്, അപ്പോൾ അന്നാണ് ഞാൻ ഇവരൊക്കെ കാണുന്നത് ആദ്യമായിട്ട്. ഷാഫിക്കാനെ ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ, നമ്മൾ റിലേറ്റീവ്സ് ആയതുകൊണ്ട് നമ്മൾ പല കല്യാണങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ ആദ്യമായിട്ടാണ് കാണണം, ബെന്നിച്ചേട്ടനൊക്കെ അവിടെ നിന്നാണ് കാണണം. അപ്പോൾ ട്രാക്ക് പാടി കഴിഞ്ഞപ്പോഴാണ്
ബേണിച്ചേട്ടനും ഗണേശേട്ടനും ഞാൻ പാടുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഇവർക്കൊക്കെ പറഞ്ഞ് അഫ്സലിനെ നമുക്ക് എന്തായാലും ഇതിലൊരു പാട്ട് കൊടുക്കണം എന്നുള്ളൊരു, അങ്ങനെയാണ് ഞാൻ കല്യാണരാമനിൽ പാട്ട് പാടുന്നത്. അതൊരു പാട്ടാണ് ആദ്യം തന്നത്, തിങ്കളെ പൂത്തിങ്കളെ, ശ്രീകുമാറേട്ടനായിട്ടൊരു സോങ്. അത് പിന്നെ ഒരു പാട്ടും കൂടി കൈത്തുടി താളം കൂടി തന്നു. അങ്ങനെ 2 പാട്ട് പാടിക്കൊണ്ടാണ് അതിൽ വരുന്നത്. അപ്പോൾ ഷാഫിക്കൊക്കെ നേരത്തെ അറിയാം, നമ്മൾ പ്രോഗ്രാംസിന് പാടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ പല കുടുംബത്തിലുള്ള കല്യാണങ്ങൾക്കൊക്കെ വരുമ്പോൾ പുള്ളി ഞാൻ SPBയുടെ പാട്ടുകളൊക്കെ പാടുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അദ്ദേഹം. നിങ്ങൾ ശരിക്കും ബന്ധം എങ്ങനെയായിരുന്നു? ബന്ധം ഈ പറഞ്ഞ ശരിക്കും ആക്ച്വലി ബന്ധം സിദ്ദീഖണ്ണൻ്റെ ഫാദറും എൻ്റെ ഫാദറും വളരെ ക്ലോസ് ആയിരുന്നു. അവർ ഫ്രണ്ട്സുമാണ്, ഒരു അകന്ന റിലേഷൻ ഉണ്ട്. അത് ഇപ്പോൾ ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് പെടുത്തില്ല. പക്ഷെ എന്നാലും നമ്മളൊക്കെ പരിചയപ്പെടുന്നത് ഫീൽഡിൽ വന്നതിന് ശേഷമാണ് നമ്മളെല്ലാവരും പരിചയപ്പെടുന്നത്. ആ, അപ്പോൾ പല കല്യാണങ്ങൾക്ക് കാണുമെങ്കിലും ചിരിച്ച് ഇങ്ങനെ കൈയൊക്കെ കൊടുത്ത് പോകുന്നുള്ളൂ. അങ്ങനെ ഭയങ്കര അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സിനിമയിൽ വന്നതിന് ശേഷമാണ് ഇവരായിട്ടൊക്കെ കൂടുതൽ. ഞങ്ങളിപ്പം ഷാഫി സാറിന്റെ ഒരു മ്യൂസിക് സെൻസിനെ കുറിച്ച് പറയുമായിരുന്നു. ഒരു മിക്ക സിനിമകളിലും പുതിയ പാട്ടുകാരെ ഉപയോഗിക്കുന്നത്, ഇപ്പം ഇഷ്ടമല്ലേ എന്നുള്ള പാട്ട് ഷഹബാസിനെ കൊണ്ട് പാടിക്കുന്നു. വിപിനൊക്കെ കൂടെ പുണ്യവാൻ ഇസഹാക്കിനുണ്ടായി 2 മക്കൾ പാടുന്നതാണെങ്കിലും പ്രദീപ് പള്ളുരുത്തി ചേട്ടനെ കൊണ്ട് പാട്ട് പാടിക്കുന്നു. എന്നാൽ മുറ്റത്തെ മുല്ല വരുമ്പം ദാസേട്ടനാണ് പാടുന്നത്. എത്രയോ പാട്ടുകൾ അങ്ങനെ പല പാട്ടുകാരെ പരീക്ഷിച്ച് പാടിക്കുന്നു. നിങ്ങൾ തമ്മിൽ പാട്ട് ശരിക്കും ഷാഫിക്കാക്ക് നല്ലൊരു, ഇപ്പൊ കല്യാണരാമൻ ടീമാണെങ്കിൽ ലാലേട്ടനാണെങ്കിലും മ്യൂസിക് സെൻസ് ഉണ്ട്. അതേപോലെ ഷാഫിക്കാക്കും കുറേ നല്ല പാട്ടുകളെ കുറിച്ച് നല്ല ജ്ഞാനമുണ്ട്. ഇപ്പൊ നേരത്തെ എനിക്ക് തോന്നുന്നു ബെനിച്ചേട്ടൻ പറഞ്ഞ ഈ നമ്മുടെ പുലിവാൽ കല്യാണത്തിലെ ആര് പറഞ്ഞു എന്നുള്ള പാട്ട്, അതിനു മുമ്പ് വേറെ ഏതൊരു ഫിലിമിന് വേണ്ടി വേണി ഗിൻഷസ് ചെയ്ത പാട്ടാണ്. പക്ഷേ ഷാഫിക്ക് അത് ഓർത്തെടുത്ത് പുലിവാൽ കല്യാണത്തിലേക്ക് ആ പാട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഷാഫി സാറിന്റെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം എത്തുന്നു സിനിമാ താരം, മിമിക്രി താരം, നിരവധി ഷോകളിലൂടെയും സിനിമകളിലൂടെയും നമുക്ക് വളരെ പ്രിയപ്പെട്ട ടിനി ടോം. ആദ്യം ക്ഷമ ചോദിക്കുകയാണ്, കാരണം ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു വസ്ത്രം. യഥാർത്ഥത്തിൽ ഷാഫി സാറിൻ്റെ ചിത്രത്തിൽ ഇതുപോലെ ഒരു വേഷം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ സ്ഥിരമായിട്ട് വാട്സപ്പിൽ ഈ ബിബിൻ ജോർജ്, വിഷ്ണു, ജോഷി, ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരെക്കുറിച്ചുള്ള കഥകൾ, അവരെക്കുറിച്ചിട്ട് വളരെ തമാശപൂർവ്വമുള്ള കാര്യങ്ങൾ എപ്പോഴും മെസ്സേജസിൽ വിടുമായിരുന്നു. അറിഞ്ഞിട്ട് ഇനി ജോഷി മറ്റേ പടത്തിൽ അഭിനയിച്ചു, ജോഷി ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ജോഷി ഏത് സിനിമയിൽ അഭിനയിച്ചാലും അപ്പം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, അറിഞ്ഞാ ജോഷിനെ എന്നെ പിടിച്ചാൽ കിട്ടൂല എന്നും പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും മെസ്സേജസ് വിടുമായിരുന്നു. അതിനിടയ്ക്ക് കോഴിക്കോട് ഒരു ഇനോഗ്രേഷൻ ഉണ്ട്, അതിനെന്നെ പറഞ്ഞു വിടാറുണ്ട്. പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടായി പോവുക, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അസുഖമായിട്ട് കിടക്കുക, ഒന്നും ചെയ്യാതെ ചിന്തിക്കാൻ. ഞാൻ കാണാൻ പോയില്ല, കാരണം എനിക്ക് ആ കിടക്കുന്നത് കാണാൻ പറ്റില്ല. കാരണം ഞാൻ എപ്പോഴും ചിരിച്ച മുഖവും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് വർത്താനം പറയുന്നത്. കാരണം അതുകൊണ്ട് മനഃപൂർവ്വം എനിക്ക് കാണാനുള്ള ത്രാണിയില്ല. നഷ്ടപ്പെട്ടു പോകുന്നത് കലാകാരന്മാരെക്കാൾ കൂടുതൽ നമുക്ക് നല്ല മനുഷ്യരെയാണ്, സിനിമയിലുള്ള നല്ല മനുഷ്യരെ നഷ്ടപ്പെടുന്നു. ആ ഒരു സത്യത്തിലെത്തുകയാണ്. കാരണം ആയിസത്തിയാൽ മനുഷ്യന് പോകേണ്ടി വരും. ഈ പാട്ട് കൊണ്ടും അല്ലെങ്കിൽ ഫ്രെയിം വെക്കുന്നതിനൊക്കെ വളരെ കളർഫുൾ ആയിട്ടുള്ള സിനിമകളാണ് ഷാഫി സാർ എപ്പോഴും ചെയ്യുന്നത്. ഈ ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമ കണ്ടാൽ തേവര കോളേജിലാണല്ലോ അത് ഷൂട്ട് ചെയ്തേക്കുന്നത്. ആ കോളേജിൻ്റെ നിരത്തൊക്കെ ഇത് വിരിച്ചിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, പരവതാനി വിരിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. സാധാരണ ഒരു കോളേജിൻ്റെ സാരഞ്ഞിൻ്റെ സിമെൻ്റ് ആയിരിക്കുമല്ലോ, ഇത് നല്ല നീല കളറ് പരവതാനി വിരിച്ചിട്ട് നിറച്ച് ചെടിച്ചട്ടികൾ വെച്ചിട്ട് അതൊക്കെ ആർട്ടുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണോ ഷാഫി സാറിന്റെ വാശിക്ക് പോകുന്ന കാര്യങ്ങളായിരിക്കും? അതല്ല, ആർട്ടായിട്ട് ഡിസ്കസ് ചെയ്യും. അത് എങ്ങനെ അവരുടെ സജഷൻ ആയിരിക്കുമോ ഷാഫി സാർ പറഞ്ഞു? ഫ്രെയിം എപ്പോഴും നല്ല കളർഫുൾ ആയിരിക്കണമെന്നുള്ളത് നിർബന്ധമുള്ള ആളാണ്. ഇപ്പൊ കല്യാണരാമൻ തന്നെ ഒരു പന്തലിനകത്തല്ലേ, അതെ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഫ്രെയിമിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും, എങ്ങോട്ട് തിരിഞ്ഞാലും പന്തലാണ്. അപ്പോൾ പന്തലിനകത്ത് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലവർ വേസും അതുപോലെ അതിൻ്റെതായ ഒരു വ്യത്യസ്തതയും കൊണ്ടുവരാനായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. ആർട്ട് ഡയറക്ടറായിട്ട് വിളിച്ചിട്ട് നേരത്തെ ഫ്രെയിമിൽ നിന്ന് മാറിയിട്ട് ഉള്ള ഒരു ആംഗിൾ ആവുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് എങ്കിലും വെച്ചിട്ടൊന്ന് ഒരു മാറ്റങ്ങൾ വരുത്തും, അല്ലെങ്കിൽ മൊണോട്ടനസ് വരും. അതുപോലെ എല്ലാ വിഷ്വലിലും ഷാഫിയുടേതായ കോൺട്രിബ്യൂഷൻ അവിടെ എന്തെങ്കിലും വെക്കാനൊക്കെ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ സിനിമകളിലുണ്ട്. ഇപ്പം നമ്മൾ ചോക്ലേറ്റ് പറഞ്ഞാൽ സച്ചി സേതുവാണ് തിരകഥ, ഒരുപാട് സിനിമകൾ ബെന്നിച്ചേട്ടനാണ്, ചിലത് ഉദയേട്ടനാണ് എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ ആണെങ്കിലും ഷാഫി സാറിന്റെ സിനിമകൾക്ക് എഴുത്തുകാർ മാറുന്നുണ്ടെങ്കിലും നമുക്ക് ചെറിയ ഒരു പൊതു സ്വഭാവം
പല സിനിമകൾക്ക് നമുക്ക് കണ്ടാൽ അതിന്റെ ഒരു കളർ കൊണ്ടും അതിന്റെ ഒരു എന്റർടൈനിങ് സ്വഭാവം കൊണ്ടും എല്ലാം നമുക്ക് ബേസിക്കലി അത് എല്ലാത്തിലും ഹ്യൂമർ ഉണ്ടാവും എന്നുള്ളതാണ്. അതെ. ഹ്യൂമർ ഇല്ലാത്തൊരു സിനിമ കുറവായിരിക്കും ഷാഫിയുടെ. ഹ്യൂമർ ഇല്ലാത്തതുണ്ടോ, ചെയ്തിട്ടുണ്ടോ? അത് വളരെ ഇല്ല ഇല്ല, ഹ്യൂമറിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവും. അളവ് കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അല്ലാതെ ഹ്യൂമർ ഇല്ലാതെ ഷാഫി പടം ചെയ്യില്ല. ഇപ്പം ഷാഫി സാറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സിനിമകളിൽ നായികയായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട നവ്യ നായർ. ഷാഫിക്കയോടൊപ്പം ഞാൻ ചെയ്യുന്ന സിനിമ കല്യാണരാമനാണ്. എനിക്കറിയാം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് കല്യാണരാമൻ. എനിക്ക് ഷാഫിക്ക, റാഫിക്ക ഇവരൊക്കെ ശരിക്കും ബ്രദേഴ്സിനെ പോലെയായിരുന്നു. ലൊക്കേഷനിലാണെങ്കിലും അവര് നമ്മൾ ആ സിനിമയിൽ കാണുന്ന ആ ഒരു സന്തോഷവും തമാശയും ഒക്കെ നിങ്ങൾ സിനിമയിൽ കാണുന്ന പോലെ തന്നെ അവരുടെ റിയൽ ലൈഫിലും അവരൊരുപാട് തമാശകൾ പറയുന്ന, ആ ലൊക്കേഷനിൽ നമ്മുടെ അടുത്ത് ഒരിക്കലും ദേഷ്യപ്പെടുകയോ ചൂടാവുകയോ ഒന്നും ചെയ്യാത്ത, എപ്പോഴും പ്രത്യേകിച്ച് ഷാഫി ചേട്ടനൊക്കെ ഒട്ടും ദേഷ്യപ്പെടില്ല. റാഫിക്ക് അങ്ങനെ തന്നെയാണ്, പക്ഷെ എന്നാലും കുറച്ചും കൂടി ഷോർട്ട് ടെമ്പേർഡാണ്. പക്ഷെ ഷാഫി ചേട്ടൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഇല്ല. ഞാൻ എപ്പോഴും തമാശയിലും ഒക്കെ ഇരിക്കുന്നതിന് എനിക്ക് തോന്നുന്നു ഷാഫി ചേട്ടൻ്റെ സിനിമകളൊക്കെ മലയാളികൾ ഒരു കാലത്തും മറക്കാത്ത തരത്തിലുള്ള സിനിമകളാണ്. ഇപ്പോഴും ഞാൻ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോഴും ഒരു സിനിമാ നടി എന്നുള്ള ഒരു പേരിൽ നിലനിൽക്കുന്നതിന് ഈ കല്യാണരാമനും അതിലെ തമാശകളും ഒക്കെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു ഷാഫി ചേട്ടൻ്റെ മരണം. ഹോൾ ഫാമിലിക്ക് അവരുടെ മനസ്സിനിത് താങ്ങാൻ പറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് റാഫിക്കയും ഷാഫിക്കും ഒക്കെ അവർ വളരെ ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു വലിയ ബോണ്ടിങ് ഉള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അതിനുള്ളൊരു മനഃശാന്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എൻ്റെ അറ്റേർന്നത് ഞാനിപ്പോൾ ഷൂട്ടിനിടയിലായതുകൊണ്ടാണ്. പക്ഷേ ഷാഫി ചേട്ടനെ പറ്റി രണ്ട് വാക്കിങ്ങനെ സംസാരിക്കാൻ പറയുമ്പോൾ അതൊരിക്കലും എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ അപ്പിയർ ചെയ്തത്. സോറി ഫോർ ദാറ്റ്. ഇപ്പോൾ സലീമേട്ടൻ പറയുകയുണ്ടായി ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ ചർച്ചകളും ചെറിയ ചെറിയ വഴക്കുകളും ഒക്കെ ഉണ്ടായെന്നുള്ളത്. ഇപ്പം ഉദയേട്ടൻ ഒരു പടം അല്ലേ ഷാഫിക്ക് ചെയ്തിട്ടുള്ള ഒരു പടമാണ്, പക്ഷേ ഒരു 2 ദിവസത്തിലൊരിക്കലെങ്കിലും വിളിക്കുന്നൊരു സൗഹൃദം നിലനിർത്തിയിട്ടുണ്ട്. ഈ കാലം എത്രയും ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു ഒഴിവ് സമയ ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും? സലീം പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയം തന്നെയാണ്. എന്തെങ്കിലും കിട്ടുമ്പോൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുക, തിരിച്ച് കൗണ്ടർ പറയുക എന്ന് കരുതിയിട്ട് വഴക്കോ പ്രശ്നങ്ങളോ പുള്ളിക്ക് ഉണ്ടായിട്ടില്ല. എത്ര ഹിറ്റ് വന്നു വഴക്കെന്ന് വെച്ചാൽ അല്ലാണ്ട് രസമുള്ള വഴക്ക്, വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവും. തർക്കങ്ങൾ അത് തന്നെ, അല്ല വഴക്കല്ല, അത് ഞാൻ പേര് മാറിപ്പോയതാണ്. കലഹമില്ലാത്ത തർക്കങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രധാന ഹോബീസ് എന്താണ്? നമ്മളിപ്പോ ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയുടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ എന്തായിരിക്കും അദ്ദേഹം ഒക്കെ ചെയ്യുന്നത്? ഞങ്ങൾ ഇപ്പോൾ കൂടുകയാണെങ്കിൽ ഇടയ്ക്ക് ഷട്ടിൽ കളിക്കാൻ കൂടും, പിന്നെ അല്ലെങ്കിൽ സിനിമ കാണാൻ പോവും. സിനിമയല്ലാതെ മറ്റൊരു വിഷയം ഇല്ല സംസാരിക്കാനായിട്ട്. പിന്നെ പരസ്പരം കളിയാക്കുക, അവരവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് കഥകൾ ഉണ്ടാക്കുക. ഈ കഥകൾ എന്നിനെ കുറിച്ച് ഏറ്റവും കഥ എൻ്റെ കേൾക്കണ ഷാഫി ആയിരിക്കും. കോമഡി കഥകൾ ആളെ വെച്ചുണ്ടാക്കിയിട്ട് വിളിച്ചു പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹോബി. അതെ. ഉദയനെ കുറിച്ച് കഥ ഉണ്ടാക്കി എന്നെ വിളിച്ചു അറിഞ്ഞില്ലേ ഉദയൻ ചെയ്ത പരിപാടി എന്നും പറഞ്ഞുകൊണ്ട് ഒരു കഥ, കോമഡി കഥ പറയും. ഞാൻ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ഉദയനെ എല്ലാ സദസ്സിലും പറയും. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഥകൾ ഉണ്ടാക്കുക, അത് ആരുടെങ്കിലും തലയിൽ വെച്ചിട്ടേ പറയുള്ളൂ. അല്ല, കഥ പറയാനും കേൾക്കാനും ഇഷ്ടമാണ്. എന്നെ ഒരു ആദ്യമായിട്ട് കാണുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടിരിക്കുക. അപ്പോൾ ഏതോ ഒരു സ്റ്റേജിൽ ഞാനും ധർമ്മജനും കൂടെ പോയിട്ട് ഞാൻ ധർമ്മജനെ ഇതുപോലെ കഥ പറഞ്ഞ് ഒരറ്റത്തെത്തിച്ചത് കണ്ടിട്ട് എന്നോട് ആദ്യമായിട്ട് മിണ്ടുന്ന ഇടോ ഏതോ ഒരു സ്ഥലത്ത് താൻ പോയി മറ്റവനെ പ്രസംഗിച്ച് നശിപ്പിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ, വളരെ നന്നായിരുന്നു, നല്ല രസമുണ്ടായിട്ട്. ഈ കഥ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന പരിപാടിയിൽ വലിയ രസം കണ്ടോണ്ടിരുന്ന ഒരാളാണ്. നർമ്മ എവിടെ കണ്ടാലും അത് വിടത്തില്ല, അത് പറയും. അവിടെ ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അതിലൊരു ഹ്യൂമർ ഉണ്ടായിരുന്നു, അത് നമുക്ക് സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. ഈ സിനിമ എല്ലാം വലിയ ഹിറ്റുകളാണ്. അദ്ദേഹത്തിന്റെ സിനിമകളുടെ ഹിറ്റാവലെന്ന് പറഞ്ഞാൽ വലിയ ഹിറ്റുകളാണ്. വളരെ അദ്ദേഹത്തിന്റെ ഒരു പെർസെൻറ്റേജ് നോക്കിയാൽ വളരെ കുറച്ച് സിനിമകളാണ് പരാജയപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. പരാജയം എന്ന് പറഞ്ഞാൽ മറ്റ് സിനിമകളിൽ ആവറേജ് ആയി പോയിട്ടുള്ളൂ, അങ്ങനെ ആയിട്ടില്ല. ആവറേജ് പരിപാടികളിലേ പോയിട്ടുള്ളൂ. അത് അദ്ദേഹത്തിനെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരുന്നോ? അങ്ങനെ തോന്നുമായിരുന്നു അദ്ദേഹത്തിന്? ഒരു വിജയം കൊണ്ട് പുള്ളി ഇന്ന് വരെ ഒരു അഹങ്കാര വർത്താനം പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല. അത് വിജയിച്ചു, അതിൻ്റെ കൂടെ പോണേ കണ്ടുള്ളൂ. ഓടിയില്ല എന്ന് കരുതിയിട്ട് അതിനെക്കുറിച്ച് സങ്കടപ്പെടണം കണ്ടിട്ടില്ല. അത് 1-2 പടങ്ങളാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല. അടുത്തതിൽ അത് കൂടുതൽ ഹിറ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, ആവേശം ഉണ്ടായിരുന്നു.
ഒരെണ്ണം ആവറേജായി പോയാൽ അടുത്ത എന്തായാലും ഒരു സൂപ്പർ ഹിറ്റ് അടിക്കണം എന്നുള്ളൊരു വാശിയോടെ സംസാരിക്കാറുണ്ട്. കഴിഞ്ഞത് ഹിറ്റാകാത്തതുകൊണ്ട് ഇത് ഹിറ്റ് അടിക്കണം നമുക്ക് എന്നുള്ളൊരു വാശി എപ്പോഴും ഉണ്ടാകാറുണ്ട്. 23 വർഷമായി ഞാനും ഷാഫിയായിട്ടുള്ള ബന്ധം, 2002 തൊട്ടുള്ള ബന്ധവും. ആ 23 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഷാഫി ഒന്ന് മുഖം കറുത്ത ഒരാളോട് സംസാരിക്കാൻ ഞാൻ കണ്ടിട്ടില്ല. അത് ലൊക്കേഷനിലായാലും ശരി, ജീവിതത്തിലായാലും ശരി. ദേഷ്യപ്പെടേണ്ട സന്ദർഭത്തിൽ പോലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. എനിക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട് ആ സമയത്ത്. ഞങ്ങൾ തമ്മിൽ ഒരു തവണ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിഗ്നൽ ഓപ്പണായി കിടക്കുകയാണ്. അപ്പോൾ ആ സിഗ്നൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണമെങ്കിൽ കടന്നു പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ നോർമൽ സ്പീഡിൽ തന്നെയാണ് ഷാഫിയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ പുറകിലുള്ള ഒരുത്തൻ ഓവർടേക്ക് ചെയ്ത് ആദ്യം പോകാൻ വേണ്ടി ഷാഫിയുടെ കാറിൻ്റെ മിറർ തട്ടി തകർത്തിട്ട് അങ്ങോട്ട് പോവുകയും റെഡ് വീണ് അവനോട് നിർത്തി. ഷാഫി അങ്ങനെ തന്നെ അരിയത്തുകൊണ്ട് അതിൻ്റെ പുറകത്ത് അവൻ ഇറങ്ങി വന്നിട്ട് സോറി എന്ന് പറയും. അപ്പം അവൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കയറിയിട്ടുള്ള ഒരു പോക്കാണ്, അല്ലാണ്ട് അവന് പുറകെ വരേണ്ട കാര്യമുള്ളൂ. എന്നിട്ട് പോലും ഒരക്ഷരം അയാളോട് മിണ്ടാണ്ട് ഓക്കെ സോറി ഓക്കെ പൊയ്ക്കോ എന്ന് പറയും. അപ്പം എനിക്ക് ദേഷ്യം കയറി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ എന്ന് പറയും. എന്ത് പറയാനാണ് എന്ന് പറയും. ഈ ഒരു റിയാക്ഷനാണ്. എന്ത് ബോംബ് വീണെന്ന് പറഞ്ഞാലും ഷാഫി അവിടെ പ്രതികരിക്കില്ല. അത് വളരെ സൈലൻ്റായിട്ട് അത് കൈകാര്യം ചെയ്യും. ലൊക്കേഷനിലായാലും ശരി, വളരെ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ നമുക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പുള്ളി അവിടെ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ ഈ മനുഷ്യന് ടെൻഷനില്ലേ? ചിലപ്പോൾ ആ മഴ പെയ്തിട്ട് അന്ന് ഷൂട്ട് നടക്കാതിരിക്കുമ്പോൾ അവിടെ വളഞ്ഞിരുന്നിട്ട് കോമഡി അടിച്ചിട്ട് ചിരിയും കളിയായിരിക്കുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? മഴ മാറാതെ പോകാൻ പറ്റുമോ? അപ്പോഴേക്കും തമാശയായിട്ട് പറയും മഴ ചതിക്കോ, വേഗം നിൽക്കുമോ എന്നൊക്കെ ചോദിക്കും. മനസ്സിലായില്ലേ? ഷൂട്ടിൽ തുടരണ്ടേ? അപ്പോൾ അങ്ങനെ എല്ലാം വളരെ ജീവിതത്തിലും നർമ്മം കാണുന്ന ആളാണ് ഷാഫി സാർ എന്ന അതുല്യ ചലച്ചിത്ര പ്രതിഭയുടെ ഓർമ്മകളുമായി വിനു മോഹൻ. ഷാഫിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഓർമ്മകളും, അത് ഏറ്റവും കൂടുതൽ ഓർമ്മകളും രസകരമായ ഓർമ്മകളാണ്. കാരണം ഞാൻ ഇക്കടോടൊരു സിനിമയാണ് ചെയ്തത്, ചട്ടമ്പി നാട്. ആ സിനിമയുടെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ പല സിനിമകളിലും വെച്ചിട്ട് ഇത്രയും ഒരു സൗഹൃദം, കാരണം ഒരു ഷൂട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാവരും നേരത്തെ റൂമിലെത്തുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടി തമാശ പറയുകയും, അത് വന്നില്ലെങ്കിൽ ഷാഫിഖാനെ വിളിക്കും, നീ എവിടെയാടാ, നീ കയറി വാ എന്ന് പറയും. ആ തരത്തിലൊരു സൗഹൃദവും ഒരു ചേട്ടനെ പോലെയൊക്കെ ആയിരുന്നു ഇക്ക. ശരിക്കും ആ ഒരു ഒറ്റ സിനിമയിൽ ഉള്ള ഒരു സൗഹൃദം എത്ര വർഷമായിട്ടും ആ ഒരു സൗഹൃദത്തിന് ഒരു കുറവും വന്നിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഷാഫിഖ എനിക്കിട്ട പേര് എന്നെ എപ്പോഴും കുരുവി എന്നാണ് വിളിക്കുക. അതെനിക്ക് ഭയങ്കര ഓർമ്മ. കാരണം അത് എന്തോ ഒരു വിഷയം ഫസ്റ്റ് ഷൂട്ടിൻ്റെ സമയത്ത് പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ലോഹി സാറിൻ്റെ സിനിമകളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ഇവൻ ലോഹി സാറിൻ്റെ കുരുവി കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഷാഫിക്ക് ഇപ്പോഴും ആ ഒരു ലാസ്റ്റ് സമയങ്ങളിൽ കാണുന്ന സമയത്ത് പോലും ഇക്ക എന്നെ കണ്ട ആദ്യം എന്നെ കുരുവിക്കുട്ടി എന്നേ വിളിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു അടുപ്പം ഇക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ഞാൻ ആ സിനിമ ചെയ്യുമ്പം അതിൽ ചട്ടമ്പി നാടിനെ സംബന്ധിച്ച് ഒരുപാട് ആക്ടേഴ്സുള്ള മമ്മൂക്കയുടെയൊക്കെ സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ ഞാൻ വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനായിരുന്നു. ദൈവം എങ്ങനെയായിരിക്കും എന്തായിരിക്കും. ഞാൻ ഷാഫിക്ക് എന്നോട് കഥ പറയുമ്പോൾ ബെന്നിച്ചേട്ടനും ഷാഫിക്കെ കൊണ്ടാണ് എന്നോട് കഥ പറയുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യം എൻ്റെ പേടി ഇതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ ധൈര്യമായിട്ടിരി, ഒരു കുഴപ്പമില്ല, നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയായിരുന്നു ആ സിനിമയുടെ എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് കൂടുകയും തമാശ പറയും, കഥകൾ പറയും ഒക്കെ ചെയ്യുന്ന, ഒരുമിച്ച് ഭക്ഷണം, ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും ഭക്ഷണം കഴിക്കുക, എന്നിട്ട് അവിടെ തന്നെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടന്നുറങ്ങും. ഇക്ക എപ്പോഴും കാണുമ്പോൾ പറയും ഞാൻ മാത്രമേ നിങ്ങളുടെ ഫാമിലി സിനിമ ചെയ്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ അത് മമ്മൂക്കയും പറയാറുണ്ട്, ഇവൻ്റെ ഫാമിലി സിനിമയല്ലേ ഇത് എന്നെപ്പോഴും പറയാറുണ്ട്. അത് കാരണം ആ സിനിമയിൽ ചട്ടമ്പി നാട്ടിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അമ്മ അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ അനിയൻ അഭിനയിച്ചിട്ടുണ്ട്, അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്, അതേപോലെ അമ്മാവൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഈ തരത്തിൽ ഫാമിലിയിലുള്ള എല്ലാവരും അഭിനയിച്ച ഒരു സിനിമയാണ് ചട്ടമ്പി നാട്. അത് ഇവൻ എൻ്റെ ഷൂട്ട് കാണാൻ വന്നതാണ് സത്യം പറഞ്ഞാൽ അനു ഒരു സമയത്ത്. അപ്പം അനുവിനെ കണ്ടപ്പം ഷാഫിക്ക് ഭയങ്കരമായിട്ട് മമ്മൂക്കയെ മമ്മൂക്ക പറഞ്ഞു ഷാഫി ഇവൻ എൻ്റെ ചെറുപ്പം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവനാകെ ഷോക്കായിരുന്നു. അങ്ങനെയാണ് അനു ആ സിനിമയിൽ മമ്മൂക്കയുടെ ചെറുപ്പം ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിലൊരു ഫാമിലി സിനിമയായിരുന്നു. അപ്പം എപ്പോഴും ഒക്കെ എന്നോട് പറയാറുണ്ട് നിങ്ങളുടെ ഒരു ഫാമിലി സിനിമ ഡയറക്റ്റ് ചെയ്തൊരു ഡയറക്ടറാണ് ഞാനെന്ന്. ഒരു ഡയറക്ടർമാരോട് ഷോട്ട് പറയുന്നതല്ല അവർക്ക് ഏറ്റവും, വേറൊരാൾ വന്നിട്ട് ഇങ്ങനെ ഷോട്ടും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈഗോ അടിക്കുന്നത് ഡയറക്ടേഴ്സിന് അതാണ്. അതെ, ഡയറക്ടർ ബാക്കി സ്ക്രിപ്റ്റിൽ എന്താ അഭിപ്രായം പറയാം, പക്ഷെ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു ഷോട്ട് പറയുന്നത് വലിയ വിഷമമാണ് എല്ലാ ഡയറക്ടർക്കും. പക്ഷേ ഷാഫിനെ സംബന്ധിച്ച് ഷാഫിനോട് നമ്മൾ പറഞ്ഞാണ് ഒരു റിയാക്ഷൻ കൂടി വേണ്ട, അല്ലെങ്കിൽ ഈ ആംഗിളിൽ നിന്ന് കൂടി ഷോട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ആംഗിൾ കൊടുക്കും, ഇപ്പുറത്തെ ആംഗിൾ കൊടുക്കും, 3-4 ആംഗിൾ എടുത്ത് വെച്ചിട്ട് പറയും
എല്ലാം എടുത്ത് വെച്ചേക്കാം സേഫ്റ്റിക്ക്. നമുക്ക് എഡിറ്റിംഗ് ടേബിളിൽ അല്ല, അങ്ങനെ ഒരു ഈഗോ ഇല്ലായിരുന്നാലേ ഹ്യൂമർ പടങ്ങൾക്ക് ഈ കോൺട്രിബ്യൂഷനും ഇംപ്രവൈസേഷനും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞതേ പറയാവുള്ളൂ എന്ന് പറയുന്ന പടങ്ങൾ ഡെവലപ്പ് ആവൂല. നടന്മാർക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ്. അതാണ് ഞാൻ സലീമേട്ടനോട് വന്നപ്പോൾ ചോദിച്ചത്. അപ്പൊ സലീമേട്ടൻ പറഞ്ഞത് ഷാഫിക്കോട് ചോദിക്കണം. സലീമിനൊക്കെ പ്രൊവോക്ക് ചെയ്യും വന്നിട്ട് അവിടെ എന്തെങ്കിലും കൂടി പറ, അവിടെ എന്തെങ്കിലും കൂടി പറ, എന്തെങ്കിലും സാധനം ഒരു മായാവില് ഞാൻ ഇങ്ങനെ ലാസ്റ്റ് പറയുന്നുണ്ട്, വെറുതെ കയ്യിൽ നിന്ന് വിട്ട് പറഞ്ഞാണ്. ഇപ്പൊ പേര് കിട്ടി വാബാല. ബാബാലൻ. ബാബാല. അപ്പോൾ എഡിറ്റിംഗ് സമയത്ത് ഷാഫി എന്നെ വിളിച്ച്, സലീമേ അത് എത്തിയപ്പോഴേക്കും വാബാല എന്ന് പറയുമ്പോഴേക്കും ഫിലിം തീർത്തുപോയി. അത് കളയാൻ എനിക്ക് തോന്നണില്ല. അപ്പോൾ എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല എന്നിരുന്നു. ആ ഇപ്പോഴും ശ്രദ്ധിച്ചറിയാം, അടുത്ത ഷോട്ടിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഷോട്ട് കഴിഞ്ഞപ്പോൾ ഫിലിം തീർന്ന് അടുത്ത ഷോട്ടിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ പേര് കിട്ടി വാബാല. വാബാല ഇത്രയും അത് കൈയിട്ടായിരുന്നു. മാക്സിമം തിയേറ്ററിൽ കൈയിട്ടായിരുന്നു ഉണ്ടായിരുന്നു. അത് ഞാൻ കേട്ടിട്ടുള്ളത്, നിങ്ങളുടെ ഈ ഒരു സംഘം ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ അത് പൊതുവായിട്ട് പ്രദർശിപ്പിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം ചോദിക്കുകയും വേണ്ടാത്തത് കട്ട് ചെയ്ത് കളയുകയും ഒക്കെ പച്ചക്ക് ചെയ്യുന്ന എന്ന്. അതായത് ഡബിൾ പോസിറ്റീവ് ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ കാണും. അത് ആദ്യം കാണുമ്പോൾ ഞങ്ങൾ മാത്രമൊക്കെ ഇട്ടിരുന്ന് കാണും. പിന്നെ കുറച്ച് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഫാമിലിനെ മാത്രം വിളിച്ചിട്ട് കാണേണ്ടത് എവിടെയൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചേക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഷബർ നമുക്ക് മൊത്തത്തിൽ എല്ലാവരും ഒന്ന് കാണിച്ചിട്ട് എങ്ങനെ റിയാക്ഷൻ ഉണ്ടാകുന്ന നോക്കാന്ന് വെച്ച് ഒരു ഷോ ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ച ചില സാധനമൊക്കെ ഭയങ്കരമായിട്ട് ഈ വരുന്ന പെണ്ണുങ്ങളൊക്കെ ചിരിക്കും. അപ്പോൾ അത് വർക്കൗട്ട് ആവുന്നുണ്ട്, അത് കളയണ്ട വെച്ചേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ വെക്കുന്നു. ഒരു 3 ഷോയെങ്കിലും മിനിമം ഒരു ഫസ്റ്റ് കോപ്പി ആകുന്നതിന് മുമ്പ് ഈ ഡബിൾ പോസിറ്റീവ് 3 പ്രാവശ്യമെങ്കിലും ഇട്ട് അത് ഷാർപ്പ് ചെയ്തിട്ടൊക്കെയാണ്. ഈ മായാവിയൊക്കെ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, കല്യാണരാമൻ ഇട്ടു. അതുമല്ല, ഹ്യൂമർ ചെയ്യുന്ന ആളുകൾക്ക് ഹീറോയുടെ മേളിൽ കളിക്കാനുള്ള സ്പേസ് കൊടുക്കണമെങ്കിൽ ഒന്നിക്ക് ഹീറോ പറഞ്ഞാലും ഒക്കെ അത് ഈ ഡയറക്ടർ അങ്ങനെ ചെയ്യൂ എന്നുള്ളൊരു വാശിയിൽ നിന്നാലേ പറ്റുള്ളൂ. ഈ ഷാഫിക്കയുടെ ബഹുഭൂരിപക്ഷം പടങ്ങളിലും സലീമേട്ടനാണ് സ്കോർ ചെയ്യുന്നത്. ഒരു പ്രദേശം സലീമേട്ടൻ എടുത്ത് തോളത്ത് വെച്ചിട്ട് കൊണ്ടു നടക്കുന്ന, ഈ മുറ്റത്തെ മുല്ലയിലും കത്തി കഴുത്തി വെച്ച് പാടിക്കുന്നതാണ്. ഒരു പാട്ട് ഹീറോയുടെ കഴുത്തെ കത്തി വെച്ച് പാടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഹീറോ പാടുകയല്ലേ വേണമെങ്കിൽ. ഇതൊന്നുമല്ല, കത്തി വെച്ച് പാടിക്കുക. അങ്ങനെ അതൊക്കെ ഒരു ആ സ്വാതന്ത്ര്യമൊക്കെ എന്തൊരു സ്വാതന്ത്ര്യമാണ് അത്. ഈ ഇവരുടെ നിങ്ങളുടെ ഒരു ടീമിന് തന്നെ ആ ഒരു കോൺഫിഡൻസ് ഭയങ്കര ഒരു ടീം വർക്കാണ്. ഞങ്ങളുടെ പടങ്ങളിലൊക്കെ ഒരു ടീം വർക്ക് ഉണ്ടാവും. അവിടെ ആർക്കും അങ്ങോട്ട് ഇങ്ങോട്ട് ഈഗോ ഇല്ല, അതാണ് ഏറ്റവും വലിയത്. അല്ല, അതിൽ ഹ്യൂമറിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈ ലോകത്ത് ഒരു സിനിമയിൽ ഞാൻ ഒരിക്കൽ ബെനിച്ചേട്ടനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഹീറോയിന്റെ കല്യാണം മുടങ്ങി കിടക്കുമ്പോഴാണ് ഈ എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർന്ന് ഒരിക്കലും ഒരു സിനിമയിൽ സെന്റിമെന്റ്സ് സീൻ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ അത് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ സെന്റിമെന്റ്സ് ആയതുകൊണ്ട് അത് നിസ്സാരവൽക്കരിച്ച് കാണുന്നതായിട്ട് തോന്നുന്നു. പക്ഷെ ആ സെന്റിമെന്റ്സിന്റെ ഇടയിൽ അത് വന്നപ്പോഴാണ് അതിന് കൂടുതൽ ഇമ്പാക്ട് വന്നത്. കാരണം ഈ കഥാപാത്രത്തിനൊന്നും വലിയ വിഷയമൊന്നുമല്ല. മനസ്സിലായില്ലേ? അവളെ ആ തമാശ ഫസ്റ്റ് തന്നെ തള്ളിക്കളഞ്ഞാണ്. അത് വേണ്ടെന്നൊക്കെ ചർച്ച വന്നു. പക്ഷെ അവസാനം ഷാഫിയുടെ കയ്യും കാലും ഷാഫി എന്തിനാണ് ഷാഫി ഇത് ഷാഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ പോട്ടെ എന്നിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇവരൊക്കെ പോയി കഴിഞ്ഞ ലാലേട്ടൻ പോയി എല്ലാവരും പോയി കഴിഞ്ഞ ശേഷമാണ് ഇന്നസെന്റ് ആയിട്ട് ഞാൻ മാത്രമേ. ഷാഫിയുടെ പ്രത്യേകത വെച്ചാൽ അത് എന്തൊക്കെ ഒരു ആർട്ടിസ്റ്റിന്റെ വരുന്നു അതെല്ലാം മാക്സിമം. എന്നിട്ട് രഹസ്യമായിട്ട് നമ്മളോട് നമുക്ക് വേണമെങ്കിൽ എഡിറ്റിംഗ് ടേബിളിൽ കളയാലോ, മാക്സിമം പറഞ്ഞോട്ടെ. എന്നിട്ട് എഡിറ്റിങ്ങിൽ വരുമ്പോൾ അവിടെ നിന്നിട്ട് ആലോചിക്കും വെക്കണോ വേണ്ടേ എന്നുള്ളത്. പലവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് ചില സാധനങ്ങൾ വെക്കും. അപ്പോൾ കാണുമ്പോൾ അത് കുഴപ്പമില്ല, അതിരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കും കോൺഫിഡൻസ് വരും. കുഴപ്പമില്ല. പിന്നെ അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ ഇല്ലാത്തതുകൊണ്ട് ചില പൊളിറ്റിക്കലി ഇൻകറക്റ്റായ തമാശകളും ഇവരെല്ലാം ഒരു അത് ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സിനിമകളിൽ ആദ്യം തന്നെ കഥാപാത്രങ്ങളെല്ലാം ഒരു ലൈസൻസ് എടുക്കുന്നുണ്ട്. ഇവരൊന്നും അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഇടയിൽ ഇപ്പൊ മാക്രി ഗോപാലിനൊക്കെ ചാണകത്തിൽ പിടിച്ച് സത്തി ഇടുക. എന്റെ അന്നം സാക്ഷിയായിട്ട് ഇത് ഒരു എങ്ങനെയാണ് ഒരു ക്യാരക്ടർ അത് ചെയ്യുന്നത്? ചാണകം വാരിയിട്ട് എന്റെ അന്നം സാക്ഷിയായിട്ട് ഞാനിതില് ഒരിത്തിരി തണുപ്പ് കിട്ടാൻ വേണ്ടി മറ്റേ ആളുടെ വീട്ടിൽ പോയപ്പം തണുപ്പ് മാറ്റാൻ വേണ്ടി അങ്ങനെ പറയുക. അപ്പൊ നിങ്ങളുടെ അതാ ഞാൻ ആദ്യം തൊട്ട് ഉദയനോട് വെച്ചത്, ഷാഫി സാറിന്റെ പടങ്ങളിലുള്ള കഥാപാത്രങ്ങളെ എടുത്ത് വെച്ചിട്ട് ഇവർക്ക് ആദ്യം ഒരു ലൈസൻസുകൾ എടുത്ത് കൊടുത്തിട്ടാണ് ഇവർ അത് എഴുത്തുകാരനും ആ സ്വാതന്ത്ര്യം കിട്ടും. ഷാഫിയുടെ പടമാണെങ്കിൽ എനിക്ക് എന്ത് ഹ്യൂമറും ഏത് ടൈപ്പ് അത് ഷാഫി കൺസീവ് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്.
വേറെ ഡയറക്ടറാണ് ചിലപ്പോൾ പറയും അത് വേണോ, അത് ചളിയായി പോവില്ലേ. ഒരു വലിയ ലോസ് വന്നിരിക്കുമ്പോഴല്ലേ പടക്കട കുതാകവ. മായാവിയില് മമ്മൂക്കനെ പേടിച്ചിട്ട് ഞാനൊരു കടലിലേക്ക് കടലല്ല കായലിലേക്ക് ചാടണമല്ല. ഹൊയ് 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 എന്ന് പറയാം. അതില്ല, സംഭവം അതൊന്നുമില്ല. കടലിലേക്ക് ചാടുന്നു, നദിയിലേക്ക് ചാടുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഷാഫിനോട്, ഷാഫി ഞങ്ങളുടെ നാട്ടിൽ ചേച്ചിമാര് മീൻ തപ്പി പിടിക്കാൻ പോവില്ലേ, മീൻ തപ്പിയിട്ട് പിടിക്കുക കെട്ടിലൊക്കെ. അപ്പോൾ അവർക്ക് പുഴയൊക്കെ അടക്കണമെങ്കിൽ ഈ കുടം കമിഴ്ത്തിയിട്ട് ഇങ്ങനെ അവിടെ നിർത്ത് പോയി കുടം കൊണ്ടാന്ന് പറഞ്ഞ്. അപ്പം സെക്കൻഡിനുള്ളിൽ ഈ കുടം വന്ന്. അപ്പോൾ എന്താ, ഞാൻ ഈ കുടം ഇട്ടാണ് ചേച്ചി ഒരു പൈപ്പ് സെറ്റ് ചെയ്ത് ആ ഷൂട്ടിങ് മാറ്റി വെച്ച് ഉച്ചക്കാക്കി. രാവിലത്തെ സംഭവമായിരുന്നു അത്. ഉച്ചക്കാക്കിയിട്ട് ഒരു പൈപ്പിൻ്റെ അവിടെ ഞാൻ ഓടിപ്പോണ ഔട്ട് വിട്ടിട്ട് ഈ പൈപ്പിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് ഒരു പെണ്ണെ കത്തി കാണിച്ച് കുടം വാങ്ങിച്ചിട്ട് ചാടുന്നു. അപ്പോൾ ചിരി ഭയങ്കരമായിട്ട് കൂടിയത്. ഒരു ചിരി കിട്ടുന്നില്ല. ഈ കല്യാണരാമനിലെ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചിട്ട്, അതായത് നിങ്ങളെല്ലാം കൂടി ഇരുന്ന് യോഗം കൂടുന്ന ഒരു സ്ഥലത്ത് ഒരു വലിയ ചെരുവത്തി പത ഉണ്ടാക്കിയിട്ട് ചേട്ടൻ അതിനകത്ത് കിടപ്പുണ്ട്, കുളിക്കുന്ന പോലെ. ആ, അത് ഉണ്ടായിരുന്ന ടബ് പോലെ വാർപ്പില് അതൊക്കെ പേപ്പറിലുണ്ടായിരുന്നു. അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതില് ഊഞ്ഞാലൊക്കെ അവിടെ വേറെ നമ്മൾ സെറ്റ് ചെയ്താണ് ആ സമയത്ത്. ഊഞ്ഞാലാടുന്ന ഊഞ്ഞാലടിക്കൊണ്ട് ഇതില് നമ്മൾ എഴുതിയിലുണ്ടായിരുന്നു ഡബിൽ കുളിക്കണത്. ഷാഫി സാറിന്റെ ഓർമ്മകളുമായി അഭിനേത്രി മാനസ. ഞാൻ ഷാഫി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞ മൂവിയിലാണ്. അപ്പം ഞാൻ സാറിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ പൂജയ്ക്കാണ്. അപ്പോൾ പൂജയ്ക്ക് മൂന്നാറിലായിരുന്നു ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട്. അപ്പോൾ ഞാനുണ്ട്, വിഷ്ണുവേട്ടനുണ്ട്, റാഫി സാറുണ്ട്, ഷാഫി സാറുണ്ട്. അപ്പോൾ അന്ന് തുടങ്ങിയതാണ് ഈ ഷാഫി സാർ ഇങ്ങനെ തമാശ പറയല്. അപ്പോൾ ഒരു ഐസ് ബ്രേക്കിംഗ് അങ്ങനെയൊന്നും ആവശ്യമല്ല. നോർമലി നമ്മളൊരു സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം എടുക്കുമല്ലോ എല്ലാവരുമായിട്ടൊന്ന് ക്ലോസ് ആയൊക്കെ വരാൻ. പക്ഷേ ഷാഫി സാറിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും എൻജോയ് ചെയ്തൊരു സെറ്റാണ്. ഇത്ര അധികം ചിരിച്ച ഒരു സമയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ശരിക്കും ചിൽഡ്രൻസ് പാർക്കിൻ്റെ സമയത്താണ്. സാറിനിപ്പോൾ വയ്യാതായെന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അറിയുമ്പോഴും ഞാൻ വിചാരിച്ചത് സാർ ഉറപ്പായിട്ടും തിരിച്ചു വരും. കാരണം ഇത്രയും ചാലഞ്ചസ് ഓവർകം ചെയ്ത ഒരാൾ, ഇത്രയും വിൽ പവർ ഉള്ള ഒരാൾ ഇത്ര വേഗം ഗിവ് അപ്പ് ചെയ്യുമെന്ന് തോന്നിയില്ല. പക്ഷേ എന്താ വലിയൊരു ബാറ്റിലായിരുന്നു എന്ന് തോന്നുന്നു. സാറിന് പിടിച്ചു നിൽക്കാൻ പറ്റുകയാണില്ല. അപ്പോൾ സാർ എന്തായാലും ഹീസ് ഓൾവേസ് അറൗണ്ട് അസ്. സാറിൻ്റെ സിനിമയിൽ ഒരു സീനിലെ ഡയലോഗെങ്കിലും പറയാത്തൊരു ദിവസം കാണില്ല. ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു സ്റ്റിക്കർ ഉപയോഗിക്കാത്തൊരു ദിവസം കാണില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു സാറിൻ്റെ മൂവിയിലൊരു പാട്ട് കേൾക്കാത്തൊരു ദിവസം കാണില്ല. അപ്പോൾ ഹീസ് ലെഫ്റ്റ് ഹിസ് സിഗ്നേച്ചർ ആൻഡ് ഹിസ് ഫുട് പ്രിൻറ്റ്സ് ബിഹൈൻഡ്. അപ്പോൾ നമ്മളതെന്നും നമ്മുടെ മനസ്സിലുണ്ടാവും, നമ്മുടെ ചുറ്റും അതുണ്ടാവും. ഇനി ഞാൻ ഒരാളെ കൂടെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. നമ്മൾ ഷാഫിക്ക് ഇങ്ങനെ പുതിയ പാട്ടുകാർക്ക് അവസരം കൊടുക്കുന്ന കാര്യം പറഞ്ഞതുപോലെ പല പരീക്ഷണങ്ങൾക്കും ഷാഫിക്ക സിനിമകൾ നിന്നിട്ടുണ്ട്. അതുപോലെ ഒരു ചിത്രം അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ചതാണ് ഒരു പഴയ ബോംബ് കഥ എന്ന് പറയുന്ന ചിത്രം. അതിലെ നായകൻ അദ്ദേഹവുമായി, ഷാഫി സാറുമായി വലിയ അടുപ്പം സൂക്ഷിക്കുന്ന കലാകാരൻ, നമ്മളുടെയും സുഹൃത്ത്, സഹപ്രവർത്തകൻ, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ബിബിൻ ജോർജ്. ബിബിൻ നമസ്കാരം. നമസ്കാരം ചേട്ടാ. ബിബിൻ ഇങ്ങനെ സിനിമകൾ എഴുതി, പല സിനിമകളൊക്കെ എഴുതി, അത് കഴിഞ്ഞിട്ട് വിഷ്ണു ബിബിൻ്റെ സുഹൃത്തൊക്കെ ഹീറോ ആയപ്പോഴൊക്കെ ബിബിനെ ഒരു ഹീറോ ആവണം എന്നുള്ള മോഹം വലിയ കാര്യമായിട്ട് മനസ്സിൽ കൊണ്ടുനടന്ന ആളാണ് നമ്മൾ പരിചയപ്പെട്ട കാലം തൊട്ട്. എന്നാൽ ബിബിൻ്റെ ആ ആഗ്രഹം സാധിച്ചു കൊടുത്ത ഒരാൾ, അത് ഇത്രയധികം ഹിറ്റ് ചിത്രങ്ങൾ മലയാളിക്ക് ഒരുക്കിയിട്ടുള്ള, ഏത് നടൻ്റെയും ഡേറ്റ് ലഭിക്കാൻ എളുപ്പമുള്ള ഒരു സംവിധായകനാണ് ബിബിന് ആദ്യത്തെ ഹീറോ ആയിട്ടുള്ളൊരു സിനിമയിലേക്ക് അവസരം തരുന്നതും കൊണ്ടുവരുന്നതുമെല്ലാം. തുടർന്നും ബിബിനെ ഞാൻ കാണുന്ന പല സന്ദർഭങ്ങളിലും ഒരു കോമഡി പടം എഴുതുന്നു, അത് ഷാഫി സാറിന് വേണ്ടിയിട്ടാണ്, ഷാഫി സാറുമായിട്ട് ഡിസ്കസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ കഴിഞ്ഞ ഒരു 2 കൊല്ലത്തിനിടയിലൊക്കെ എപ്പോൾ വിളിച്ചാലും ഇവരൊരു ഷാഫി സാർ പടം പരിപാടികളെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്നതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ബോംബ് കഥയുടെ ഒരു വഴിയും നിങ്ങളുടെ ഒരു ബന്ധവും എങ്ങനെയായിരുന്നു? ചേട്ടാ, ഞാൻ ഷാഫി സാറിനെ കാണുന്നത് ഇപ്പോൾ നോർമലി നമ്മൾ ഒരാളെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ആദ്യം കാണുന്നത്. നമ്മളൊരു അമ്മയുടെ ഷോ ഞാനും വിഷ്ണു കൂടി ഒരു സ്കിറ്റൊക്കെ എഴുതിയിട്ട്
അപ്പോൾ ഈ ചേട്ടനറിയാല്ല, എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളിങ്ങനെ പറഞ്ഞു കേൾപ്പിച്ച് എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇത് തീരുന്നില്ല, അഭിപ്രായങ്ങൾ തീരുന്നില്ല. ഇതിങ്ങനെ കേൾപ്പിച്ച് മാറ്റിക്കൊണ്ടേയിരിക്കുക. 2-3 ദിവസമായിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് പറയും, അത് പൊളിക്കും, പിന്നെ എഴുതും, ഇങ്ങനെ ഒരു രക്ഷയില്ല. അപ്പം ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ ഷാഫി സാറ് റൂമിലേക്ക് വന്നു. അപ്പോൾ ബാക്കി എല്ലാവരും ഇനി ഷാഫി കേൾക്കട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ട് പോയത്. സാറിനെ കേൾപ്പിച്ചു. സാറ് മുഖത്ത് ഒരു ചിരിയോ ഒന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പം വിഷ്ണു ഞാനും ഇവിടെ അടുത്ത പൊളിക്കാൻ റെഡിയായി. കാരണം ഇനി രക്ഷയില്ല, ഇനി അദ്ദേഹം പറയും ഇഷ്ടപ്പെട്ടില്ല, അടുത്ത പൊളിച്ചോ എന്ന് പറയും എന്നുള്ള രീതിയിലേക്ക് വേണ്ടിട്ട് പറഞ്ഞു. അത്രയും അടുത്തിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ പറഞ്ഞ് ഇത് ഓക്കെയാണ്, നല്ല സ്ക്രിപ്റ്റാണെന്ന് പറഞ്ഞിട്ട് പോയി. അതൊരു വലിയൊരു ആശ്വാസം വരുന്നു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തുകൊണ്ടാണ് പുള്ളി ചിരിക്കാഞ്ഞെന്ന് ഞാൻ പിന്നീട് പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഷാഫി സാറ് പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ പുള്ളി അതെല്ലാം വിഷ്വല് കാണുമായിരുന്നു, ചിരിക്കാനുണ്ടെന്ന് പുള്ളി മനസ്സിലാക്കുന്നുണ്ട്. അത് പൊട്ടിച്ചിരിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, അതിലുണ്ട് തമാശ എന്ന് പറഞ്ഞ് തുടക്കത്തിൽ അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. പിന്നെ ഞാൻ റോൾ മോഡൽ എന്ന് പറഞ്ഞ പടത്തിൽ, റാഫി സാറിൻ്റെ പടത്തിലാണ് പിന്നെ എനിക്കൊരു നല്ലൊരു വേഷം കിട്ടുന്നൊരു പടം. അപ്പോൾ ആ പടത്തിൽ നീ ഒരു നെഗറ്റീവ് വേഷം, വില്ലനാണ്. അപ്പോൾ അതിൻ്റെ ഫൈറ്റ് എടുത്തത് ഷാഫി സാറാണ്. അന്ന് റാഫി സാറ് ഇല്ലാത്ത ദിവസം എടുത്തത്. അങ്ങനെയാണ് എന്നെ ഒരു നടൻ എന്നുള്ള രീതിയിൽ പുള്ളിക്ക് അറിയാവുന്നത്. പിന്നീട് ഈ പറയുന്ന ബിഞ്ചു ജോസഫ്, സുനിൽ കർമ്മ എന്ന് പറഞ്ഞവർ സ്ക്രിപ്റ്റായിട്ട് വന്നപ്പോൾ ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നത്. അപ്പം അതിൽ കോമഡി ഉണ്ട്. അപ്പോഴും ഞാൻ ഇപ്പോഴും പറയുന്നത്, ഇപ്പോൾ ഒരു പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ഞാൻ ചേട്ടനോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ടാവാം, ഇത് നമ്മൾ നായകനാവണം എന്ന് പറയുന്നത് എപ്പോഴും എനിക്കൊരു സിനിമയിൽ വരുന്നത് തന്നെ ഒരു ബാലികറാമയിലായിരുന്നു. നായകനാവുക എന്ന് പറയുന്നത് പറയാൻ പോലും നമുക്ക് പേടിയാണ്. നമ്മളത്രയ്ക്ക് എന്തെങ്കിലും കളിയാക്കുമോ എന്ന് പേടിച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ നായകനായിട്ടൊരാൾ വിഷൻ കാണുകയാണ്. അത് ചിലപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല, എൻ്റെ അമ്മച്ചിക്കും അപ്പനും ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് പോലും ആവും എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടാവില്ല, എൻ്റെ സഹോദരങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല, ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല നായകനാക്കാം അല്ലെങ്കിൽ നായകനാവും എന്നുള്ളത്. ഒറ്റ ഒരാൾക്കേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഷാഫി സാറിനാണ്. അപ്പോൾ ഞാൻ ആ സ്ക്രിപ്റ്റ് കേൾപ്പിച്ചപ്പോൾ ഞാൻ ചോദിച്ചത്, സാറേ എന്നെ വെച്ചിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ് ഞാൻ ചെയ്യും ഇതെന്ന് പറഞ്ഞു. കാരണം ചേട്ടൻ ആദ്യം പറഞ്ഞതാണ് എൻ്റെ ടൈറ്റിൽ. കാരണം അതുവരെ സൂപ്പർ സ്റ്റാർസിനെ വെച്ച് മാത്രം സിനിമ ചെയ്തുകൊണ്ടിരുന്നതാണ്. ആദ്യമായിട്ടൊരു പുതുമുഖത്ത് വെച്ച് ചെയ്താണ് ഷാഫി സാറ്. അപ്പോൾ ഇപ്പം ഇന്ന് വരെ റൈറ്ററായിട്ട് നിൽക്കുമ്പോഴും ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിട്ട് പോലും പലപ്പോഴും ഇപ്പം ഞാൻ ഒരു പരിപാടി കഴിഞ്ഞാൽ വരുന്നത്, എനിക്ക് ഈ റൈറ്റർ എന്നുള്ള രീതിയിലല്ലാതെ എൻ്റെ വരുമാനമാർഗ്ഗം ഇപ്പോൾ ഈ പറയുന്ന അഭിനയവും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളാണ്. അതിനൊക്കെ കാരണക്കാരൻ ഷാഫി സാറാണ്, ഒരു സംശയവുമില്ല. ഈ ഞാനിത് പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവൻ്റെ ഈ ആഗ്രഹത്തിൻ്റെ ഒരു ആക്കം മനസ്സിലാക്കണമെങ്കിൽ അത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അമർക്ക് ബ്രാൻഡണി എന്ന് പറയുന്ന പടം ഇവരെഴുതിയപ്പോൾ 3 ഹീറോയാണ്. അതിൽ ഒരു ഹീറോയ്ക്ക് കാല് വയ്യ, അങ്ങനെ എഴുതിയവൻ. അപ്പോൾ ആ വേഷം എന്തായാലും മറ്റാർക്കും പോവില്ലല്ലോ. പക്ഷെ അത് ജയസൂര്യക്ക് കൊടുക്കുകയും അത് ഗ്രാഫിക്സ് ചെയ്ത് ജയസൂര്യയുടെ കാല് വയ്യാത്ത ഒരാളാക്കിയിട്ടാണ് ജയസൂര്യ ആ സിനിമയിൽ അഭിനയിച്ചേക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ അമർക്ക് ബ്രാൻഡണി കണ്ടാൽ എന്തിനാണ് ജയസൂര്യയുടെ ക്യാരക്ടറിന് അങ്ങനെ ഒരു കാലം എന്ന് വെച്ചാൽ കഥാപരമായ തൊങ്കി നടന്നു നമുക്ക് തോന്നും സിനിമ മുഴുവനും നടക്കുന്നത് കഥ അത് ഇവന് കിട്ടുമെന്നും പറഞ്ഞ് എഴുതി വെച്ചതായിരുന്നു. അപ്പൊ അന്നേ ഇങ്ങനെ ഇവൻ പറഞ്ഞ പോലെ പക്ഷേ ഇവനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതാകും എന്നുള്ളത്. അത് അവിടെ എത്തി. അതിലും നമ്മളിപ്പോൾ ഷാഫി സാറിന്റെ പടത്തിലെ പാട്ടുകളെ പറ്റിയൊക്കെ പറഞ്ഞു. ഹാല് ഹാല് എന്ന് പറയുന്ന പാട്ട് അഫ്സലിക്കാണോ അത് പാട്ട്? അഫ്സലിക്കാണ് ആ പാട്ട് പാടിയിരിക്കുന്നത് അല്ലേ? ആ അഫ്സലിക്ക പാടിയ പാട്ട് അതിന് കൊറിയോഗ്രാഫിക്കുള്ള അവാർഡ് കിട്ടി. നിന്നെ വെച്ച് ഡാൻസ് കളിപ്പിച്ചു, ഫൈറ്റ് ചെയ്യിച്ചു, അത്രയൊക്കെ ചെയ്തു. ഈ പാട്ടില്ലേ, ഈ പണ്ട് വേറൊരു ചെറിയ ഓർമ്മയും കൂടി ഉണ്ട്. അതായത് നമ്മള് ഡാൻസ് കളിക്കുമെന്നൊന്നും അറിയില്ലല്ലോ ഏട്ടാ, എനിക്കും അറിയില്ല. ഇത് നമ്മൾ വെറുതെ ഗാനമേളക്ക് തുള്ളിയുള്ള പരിചയമല്ലേ ഉള്ളൂ, ഇത് കളിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ സാറിന് നിർബന്ധമായിരുന്നു ഇങ്ങനൊരു ഡാൻസ് വേണം, നിന്നെ കൊണ്ട് പറ്റുന്നൊരു പരിപാടി ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ കളിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് ഇനി കളിക്കൂല എന്ന് പറഞ്ഞില്ല, ഇനി അതിൻ്റെ പേരിൽ മാറ്റമുണ്ടല്ലോ എന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കളിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഹൈദരാബാദ് റാമോജിൽ ഇതൊക്കെ സെറ്റാക്കിയതിന് ശേഷം എല്ലാമായി. ദിനേശ് മാസ്റ്റർ വന്നു, കൊറിയോഗ്രാഫിങ് തുടങ്ങാൻ പോകുന്നു. അപ്പം സാറ് വന്നിട്ട് രാവിലെ എന്നോട് ഒന്നും കൂടി ചോദിച്ചു കളിക്കില്ല അല്ലേ? ഞാൻ പറഞ്ഞു സാറേ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അവിടെ വെച്ചിട്ട്. എന്നിട്ട് കളിച്ച് തുടങ്ങി. ആദ്യത്തെ സെക്ഷനൊക്കെ അങ്ങോട്ട് പോയി. പക്ഷെ ഒരു ഇടയിൽ അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ഇങ്ങനെ കൂടി.
റാം വിജയൻ്റെ അവിടെ ഡാൻസ് കാണാൻ വേണ്ടി കൂടി. ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് എനിക്ക് തെറ്റിപ്പോയി. പിന്നെ അതെനിക്ക് ടെൻഷനായി, ഇൻഹിബിഷനായി. ആളുകൾ എന്നെ കളിയാക്കുന്ന പോലെയൊക്കെ എനിക്ക് നമ്മുടെ ഈ ചൈൽഡ്ഹുഡ് റീൽ ഓടുമല്ല, അതിങ്ങനെ വന്നിട്ട് എനിക്ക് കളിക്കാൻ പറ്റാണ്ട് ഞാൻ മാറിയിരുന്ന് കരച്ചിലായി. എനിക്ക് പറ്റണില്ല. ഞാൻ പറഞ്ഞ സമയം ഇത്, അതായത് ഞാൻ പടത്തിലേ ഇല്ല എന്നുള്ള രീതിയിൽ ആയി കരച്ചിൽ. അപ്പം പുള്ളി വന്ന് എന്നോട് അന്ന് കുറേ കാര്യങ്ങൾ, അതായത് ഇത് പറ്റുമെന്നും ഇത് നീ ചെയ്യണം, ചെയ്താലാണ് ഇത് പ്രൂവ് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അന്ന് എന്നെ ആശ്വസിപ്പിച്ച് കുറച്ച് ഒരു മണിക്കൂറോളം ഷൂട്ടിങ് നിർത്തി വെച്ച്, നടന്നില്ല എന്ന്. പക്ഷെ അന്ന് ഷാഫി സാറ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അതായത് നീ ചെയ്തേ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ വഴിയില്ല എന്നുള്ള കുറേ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഡാൻസ് ചെയ്തതൊക്കെ. പുള്ളിയുടെ ഒരു മോട്ടിവേഷൻ അന്നും ഇന്നൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം നിന്റെ കൂടെ തന്നെ എഴുത്തിലും നിന്റെ സന്തോഷ സഹചാരിയും സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള ഷാഫി സാറിനും വളരെ പ്രിയപ്പെട്ട വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തെ ഓർക്കുന്നു. ഞങ്ങളുടെ നാട്ടിലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സാണ് ബേണി ഇഗ്നേഷ്യസ്. അപ്പോൾ അതിൽ ഇഗ്നേഷ്യസ് അങ്കിൾ എന്നോട് പറഞ്ഞു, പുലിവാൽ കല്യാണത്തിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി, ഡയറക്ടർ ഷാഫീനെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും റോൾ വരുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പുലിവാൽ കല്യാണത്തിൻ്റെ സെറ്റിൽ ഞാൻ ആദ്യമായിട്ട് ഷാഫി സാറിനെ കാണാൻ വേണ്ടി ചെല്ലുന്നത്. ഷാഫി സാറിനെ കണ്ടു. അപ്പോൾ ഇങ്ങനെ ഞാൻ വേറെ 1-2 സിനിമയിലൊക്കെ ചെറിയ വേഷമൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ട് പോക്കോ, ഇതിലിപ്പോൾ ഓൾറെഡി കഴിഞ്ഞു, എന്നാലും നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ എൻ്റെ അയൽവക്കത്തെ നമ്പറൊക്കെ കൊടുത്തിട്ട് പോന്നു. അതിന് ശേഷമാണ് മായാവി എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഒറ്റ സീനിന് വേണ്ടിയിട്ട് അതിൻ്റെ കൺട്രോളർ വിളിച്ചിട്ട് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ ഷാഫി സാറാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഡയറക്ടർ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതിലൊരൊറ്റ സീനേ ഉള്ളൂ, സലീം ഖാൻ്റെ അടുത്ത് പോടാപ്പോൾ പോയി തരത്തിപ്പോയി കളിക്കണമെന്ന് പറയുന്നത് ഒറ്റ സീൻ. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സാറായിട്ട് ഭയങ്കര കമ്പനി ആവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പണ്ട് ഇങ്ങനെ ചാൻസ് ചോദിച്ച് സാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പുള്ളി പറഞ്ഞാണല്ലേ, നേരത്തെ വന്നിരുന്നെങ്കിൽ ഇതിൽ നമുക്ക് കുറച്ചും കൂടി ഏതെങ്കിലുമൊക്കെ സീനിലൊക്കെ ഉൾപ്പെടുത്തായിരുന്നു, എന്തായാലും പോര് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയതും എൻ്റെ എന്താ പറയുക, ഞങ്ങളുടെ ട്രൂപ്പിലൊക്കെ ആണെങ്കിൽ പോലും നമ്മളൊരു പ്രൊഫൈൽ കാണിക്കുമ്പോൾ കാണിച്ചുകൊണ്ടിരുന്നൊരു സീൻ എന്ന് പറഞ്ഞാൽ ഈ മായാവിയിലെ സീനാണ്. അപ്പോൾ അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ടൊരു ആളുകൾ ശ്രദ്ധിച്ച ഒരു സംഭവം. ബിബിനെ വെച്ചിട്ട് സാറ് ഒരു പഴയ ബോംബ് കഥ എന്ന് പറയുന്ന സിനിമയും അതിലൊരു പ്രധാന കഥാപാത്രമായിട്ട് എന്നോടും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വലിയ സന്തോഷത്തോടുകൂടി സാറിൻ്റെ കൂടെ പിന്നെയും വർക്ക് ചെയ്യുന്നത് ബോംബ് കഥയിലാണ്. അതിനുശേഷം ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ തന്നെ സാറ് അടുത്ത പടം എന്നെ വെച്ച് ചെയ്യാമെന്ന് പറയണം. അപ്പോൾ എനിക്ക് അതിലും പല സന്തോഷം വരെ ഉണ്ടായില്ല. അങ്ങനെ ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി സാറിൻ്റെ കൂടെ ഒരുപാട് സമയം ചിലവഴിക്കാനും ഒക്കെ പറ്റിയതാണ്. അപ്പോൾ മലയാളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉള്ള സംവിധായകൻ ആരാന്ന് വെച്ചാൽ ഷാഫി സാർ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. ഇപ്പം ബിബിനെ വെച്ച് ഹീറോ ആക്കി പടം ചെയ്യുമെന്ന് പറയുന്ന അതേ ആള് തന്നെ തൊമ്മനും മക്കളെന്ന് പറയുന്ന പടം തമിഴിൽ വിക്രത്തിനെ വെച്ച് ചെയ്യുകയാണ്. തമിഴിൽ പക്ഷെ പിന്നീട് അദ്ദേഹം പോവാഞ്ഞതാണോ അതോ ഇവിടുത്തെ തിരക്കുകളിൽ തന്നെ നിന്നതാണോ? തമിഴിലെ ഒരു പടം കഴിഞ്ഞിട്ട് പിന്നെ ഷാഫി സാർ തിരിച്ച് പടങ്ങൾ ചെയ്തിട്ടില്ല. തമിഴില് ഷാഫിയാണ് ചാന്തുപൊട്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് വിക്രം ചാന്തുപൊട്ട് കണ്ടു. അവിടെ പൊള്ളാച്ചിൽ എവിടെയോ ഒരു തിയേറ്ററിൽ ഇട്ടിട്ട് ചാന്തുപൊട്ട് കണ്ടിട്ട് അത് സിനിമയാക്കണമെന്ന് വിക്രത്തിന് ആഗ്രഹമുണ്ട്. അതിന്റെ റൈറ്റ്സ് ഒക്കെ വാങ്ങിച്ച്, സ്റ്റോറി റൈറ്റ്സ് ഒക്കെ വാങ്ങിച്ച്, അത് ഷാഫി ചെയ്യും എന്നുള്ളൊരു ധാരണയിലാണ് അത് വാങ്ങിച്ചത്. പിന്നീട് എന്തുകൊണ്ടോ അത് മുന്നോട്ട് പോയില്ല. അതാണ് പിന്നെ വിക്രമായിട്ടുള്ളൊരു കണക്ഷൻ പിന്നീട് ഉണ്ടായത്. അതാണ് പിന്നീട് വിക്രം വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എപ്പോഴും. ശാന്തവട്ടിലെ ക്യാരക്ടർ ചെയ്ത് അത്ര എളുപ്പമല്ല. മറ്റൊരു നടൻ, ഇന്ത്യയിലെ ഒരു നടനെ അത് എടുത്തു പിടിച്ച് ചെയ്യുക. പിന്നീട് റൈറ്റ്സ് വാങ്ങിച്ചെങ്കിലും ഒരു ഭയപ്പാട് വന്നു. അപ്പൊ ഷാഫി എന്നെ പറഞ്ഞു, അത് വിക്രം ചെയ്ത വർക്കൗട്ട് ആകുമെന്നൊരു ഡൗട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അന്ന് അത് ധനുഷ് ഒക്കെ ഒരു രൂപം കൊണ്ട് ഇത്തിരി ചെറുതായത് കൊണ്ട് ധനുഷാണെങ്കിൽ കൂടുതൽ അത് വർക്കൗട്ട് ആകും എന്നുള്ള രീതിയിലൊക്കെ ഒരു ഡിസ്കഷൻ ഞങ്ങളുടെ ഇടയിൽ വന്നു. പിന്നെ ഒരു തമിഴിൽ നിന്ന് ഒരു അങ്ങനെ വലിയ വേറൊരു നല്ലൊരു പ്രോജക്റ്റ് ഒന്നും വരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഇവിടെയും തിരക്കുകളും ഇവിടെയും മലയാളം നമുക്ക് ഭാഷയുടേതായ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ അവിടെ പോയി ചെയ്യുന്നത്. പിന്നെ മജ ഇവിടെ വർക്കൗട്ടായ പോലെ അവിടെ അങ്ങോട്ട് വർക്കൗട്ടായില്ല. കാരണം നമ്മൾ ഈ മമ്മൂക്കനെയും ഇതൊക്കെ കണ്ടിട്ട് അതല്ലേ കണ്ടിട്ട് അവിടെ വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് എന്തോ ഡ്രോപ്പ് ചെയ്തു പോയ പോലെ
നമുക്ക് തോന്നും. അത് ആദ്യം കണ്ട ഒരു ഫീൽ. ഉദയേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇനിയൊരു കോമഡി പടം ഇരുന്ന് ആലോചിച്ചിരുന്ന് എഴുതിയാൽ ഇത് ആരെ കൊണ്ട് ഇതെല്ലാം പെർഫോം ചെയ്യിച്ചെടുക്കും എന്നുള്ളതിനകത്തൊരു, മറ്റേത് എഴുതുമ്പോൾ തന്നെ ഇതിപ്പോൾ സലീമേട്ടൻ എന്ന് പറഞ്ഞ് ചെയ്താൽ, ഇപ്പം ഇവൻ പടം എഴുതുമ്പം സലീമേട്ടൻ്റെ വേഷങ്ങളും ചെയ്തുകളൊക്കെ ഇപ്പം ഏത് പടത്തിലാണ് ജയിലിൽ നിന്ന് വരുന്നത്, നമ്മുടെ കട്ടപ്പനയിലൊക്കെ സലീമേട്ടൻ കുറച്ച് നാൾ കഴിഞ്ഞാണ് വരുന്നത്. അപ്പോൾ എഴുതുമ്പോൾ തന്നെ സലീമേട്ടനായിട്ടാണ് എഴുതുമ്പോഴല്ല, ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയണത് സലീംകുമാർ എന്ന് ആ പേര് പറഞ്ഞിട്ടാണ്. കഥാപാത്രത്തിൻ്റെ പേരൊക്കെ പിന്നീടായിരിക്കും നമ്മൾ തന്നെ ഫിക്സ് ചെയ്യും. സലീമിന് ഇങ്ങനെ ഒരു ക്യാരക്ടർ, ഇന്ന ആൾക്ക് ഇന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ സലീം എന്നൊക്കെ തന്നെ ആയിരിക്കും പറഞ്ഞു പോകുന്നത്. അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് എളുപ്പമാവുന്നത് അത് സലീം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലുള്ളത് കൊണ്ട് താനെ വരും കുറേ കാര്യങ്ങൾ. ഒരു ആർട്ടിസ്റ്റിനെ ഓർക്കുമ്പോൾ ആ ആർട്ടിസ്റ്റ് മുമ്പ് ചെയ്തേക്കുന്ന അവരുടെ ആ ചെയ്തികളൊക്കെ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് നമുക്ക് ഡെവലപ്മെന്റ് പെട്ടെന്ന് കിട്ടും. അല്ലാതെ ഒരു ആർട്ടിസ്റ്റിന്റെ മുഖമില്ലാണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡള്ളായിട്ടിരിക്കും. അപ്പോൾ ഷാഫി പറയാറുണ്ട് നമുക്കത് ഇന്ന ആളെന്ന് വിചാരിച്ച് തന്നെ ചിന്തിക്കാം, അപ്പോൾ അതിനൊരു ഡെവലപ്മെന്റ് കിട്ടുമെന്നൊക്കെ പറയാറുണ്ട്. ഇന്നസെന്റ് പോലെ ഈ പോഞ്ഞിക്കര എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ വളരെ രസമുള്ള, വേറെ ബെൽറ്റിൽ നിന്നിട്ട് കളിച്ചിട്ടുള്ള പരിപാടിയായിരുന്നു, രസമായിട്ട്. ഈ പാട്ട് ഇപ്പൊ പാടിയപ്പോൾ ഞാൻ സാന്ദർഭികവശാൽ ആലോചിക്കുകയാണ്, ഞാൻ സലീമേട്ടന്റെ ട്രൂപ്പിൽ കളിക്കുന്ന സമയത്ത് സലീമേട്ടൻ സിനിമയിൽ പാടുന്നു എന്നും പറഞ്ഞ് 2 ദിവസം വളരെ പരിശീലനവും സുനിത ചേച്ചിയുടെ അടുത്തൊക്കെ വന്നിട്ട് പാടാൻ പോവാണ്, സിനിമയിൽ പാടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അംഗവും ഒരു ദാസേട്ടൻ മയം ഒരു 2 ദിവസം വരെ പിടിച്ചു. അതിന് കാരണം ഈ ഷാഫിക്ക് തന്നെയാണ്. അവസാനം പടം ഇറങ്ങിയപ്പോ എന്താണെന്നറിയോ, 7ാം മല കയറി പോകണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടണ്ടേ, കഴിഞ്ഞു. ഇതിന് വേണ്ടിയിട്ടൊരു 3 ദിവസത്തോളം, അല്ല ഞാൻ പറഞ്ഞത് ശരിക്കും അങ്ങനത്തെ ഒരു പാട്ട് ലോക സിനിമയിൽ ഉണ്ടാവും. ഇത്രയും ആർട്ടിസ്റ്റുകൾ ഞാൻ രണ്ട് സിനിമ പാട്ടുണ്ട്, തല്ലുമാല പാട്ടുണ്ട് ഞാൻ. അത് ഗദ്യമാണ്. അത് തന്നെ എന്താ ഇത്, അത് ആരായിരുന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞത്, അതൊരു അപ്പൊ ഷാഫി എന്നാ ഒരു പിന്നണി ഗായകനാക്കിയിട്ടുണ്ട്. ഞാനിപ്പോ പാട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ട് പറയാണ്. അപ്പോ അതും ഞാൻ നേരത്തെ എപ്പോഴോ നമ്മുടെ വർത്തമാനത്തിനിടെ പറഞ്ഞ പോലെ ഒരു ഡയറക്ടറിന്റെ ഒരു സാന്നിധ്യം അറിയുന്ന ചില സ്ഥലങ്ങളാണ്. ആ പാട്ടിലൊക്കെ സാധാരണ നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ റീ റെക്കോർഡിങ് വായിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇതിൽ ഈ പാട്ട് പാടി 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 ഹൈപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഈ തീപിടുത്തം ഉണ്ടാകുന്നിടത്ത് പിന്നൊരു സൈലൻസ് ആണ്. നിങ്ങളെ കൊണ്ട് സിനിമയിലുള്ള എല്ലാ ക്യാരക്ടറെയും കൊണ്ട് പാടിച്ചിട്ട് എണ്ണ പറഞ്ഞ് തീ പിടിക്കുമ്പോൾ തൊട്ട് സ്ലോ മോഷനും സൈലൻസും മാത്രമേ ഉള്ളൂ, അല്ലാതെ ആ പാട്ടുമായിട്ടുള്ള ബന്ധമില്ല. അങ്ങനെ ചിന്തിച്ചാല് ചേട്ടാ ആക്സിഡന്റ് സീൻ ആലോചിച്ച് നോക്കിയേ, കല്യാണരാമനിലെ എടുത്തു പറയേണ്ട ഒരു സീനാണ് ആക്സിഡന്റ്. അന്ന് അതൊരു ഡയറക്ടോറിയൽ സാധനം. ക്രോസ് ചെയ്യുമ്പോ വണ്ടി ഇടിക്കുമെന്ന് വിചാരിച്ചിട്ട് ബാക്കിന്നൊരു വണ്ടി ഇടിക്കുകയാണ്. അത് ഒരുപാട് ഇപ്പം നമ്മൾ മേരിക്കൊണ്ടൊരു കുഞ്ഞാട് കണ്ടാലും ചില ഷോട്ടുകൾ വെച്ച്, അതായത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഞാൻ മിറ്റം മുഴുവൻ കുഴിയായതിനൊരു തിയേറ്ററിൽ ഒരു ചിരി വരുന്ന സ്ഥലമുണ്ട്. ഓരോരോ കുഴി കഴിഞ്ഞ് പെട്ടെന്ന് ഒരു എക്സ്ട്രീം വൈഡിൽ കാണിക്കുമ്പോഴാണ് മിറ്റം മുഴുവൻ കുഴിയാണ്. അതിൻ്റെ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ, അതിലും ചിരി കൊണ്ടുവരാം, എങ്ങനെ ചിരി കൊണ്ടുവരാം. അപ്പം നമ്മൾ തമാശയെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചും നർമ്മത്തെക്കുറിച്ചും എല്ലാം പറയുമ്പോഴും ഒരു നല്ല ഒരു ക്രാഫ്റ്റ്സ്മാനാണ്. ഡയറക്ടർ എന്നുള്ള നിലയിൽ ഒരു സിനിമ എങ്ങനെ കഥ പറഞ്ഞ് ജനങ്ങളിൽ എത്തിക്കണം എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളും കൂടിയാണ് ഷാഫി സാറ്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പം പ്രത്യേകിച്ച് ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ ഒരു പരിപാടി നമ്മളിപ്പോൾ ഷാഫി സാറിനെ കുറിച്ച് ചെയ്യേണ്ടി വരുമ്പം വ്യക്തിപരമായി പലപ്പോഴും ഞങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് സൈലൻ്റായി പോകുന്ന ഒരു കാര്യം, ഈ പരിപാടിയുടെ 2 എപ്പിസോഡുകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ രാജൻ പി ദേവ് സാറിൻ്റെ എപ്പിസോഡിൽ അദ്ദേഹം പങ്കെടുക്കാൻ വേണ്ടി വന്നിരുന്നു. കൊച്ചിൻ ഹനീഫക്കയുടെ എപ്പിസോഡ്, ഈ 2 എപ്പിസോഡിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇവിടെ നമ്മളോടൊപ്പം ഇരിക്കുകയും അവരെ ഓർക്കുകയും അവരെ പറ്റി ഓരോ തമാശ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹനീഫക്കയുടെ പടങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ തറവാട്ടിലെല്ലാവരും 10-30 പേരുണ്ട് കേട്ട് ഒന്നിച്ച് സിനിമ കാണുമ്പോൾ അതൊക്കെ എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. എല്ലാവരും പോയിട്ടുണ്ട്. കാരണം പുല്ലേപ്പടിയിലെ ഏക നടനാണ് ഹനീഫ്ക. അത് കഴിഞ്ഞ് ചെന്നൈയിലായിരുന്നു സ്ഥിരം. അപ്പോൾ ഇടക്ക് പുല്ലേപ്പടിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മാമയുടെ അടുത്ത് വരും, അല്ലെങ്കിൽ പുല്ലേപ്പടി ജംഗ്ഷനിൽ വരും. വന്നു കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ ഒരു സംഘം ഉണ്ടാവും കൂടെ. അതിനകത്ത് ഏറ്റവും പ്രധാനികളാണ് സിദ്ദീഖണനും ലാലേട്ടനും. ഈ സിനിമാ കഥകളാണ്. ഞങ്ങളെയൊക്കെ ഒരു 8:30 ആകുമ്പോൾ വീട്ടിലേക്ക് വിളിക്കും. അവരുടെ സംസാരം 1 മണി 2 മണി വരെ പോകും.
അന്നും നമ്മളോടൊക്കെ ഒരു സ്നേഹവും വാത്സല്യത്തോടുകൂടി തന്നെയാണ് അവസാനം വരെ അനീഫ്ക പെരുമാറിയിട്ടുള്ളൂ. ശിവാജി ഗണേശനാണ് അനുകരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അനീഫ്ക എനിക്ക് തോന്നുന്നത് മരണം വരെയും അനീഫ്കയുടെ മനസ്സിൽ ഏറ്റവും ഗംഭീര നടൻ ശിവാജി ഗണേശൻ. സത്യമാഷിനെയും സത്യം ശിവാജി ഗണേശനെ കുറ്റം പറഞ്ഞാൽ പുള്ളി ചൂടാവും. കഴിഞ്ഞ ഷെഡ്യൂളിൽ ഉദയേട്ടനെ ഒരു ഗസ്റ്റായിട്ട് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഉദയേട്ടൻ പറയുന്നടാ ഞാൻ ഇന്ന കാരണം കൊണ്ട് ICUവിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്, ഷാഫി സാർ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്നു എന്നാണ്. അത് പിന്നെ നമ്മളൊരു നമ്മളൊക്കെ തന്നെ പറയുന്ന കാണുന്ന സിനിമകളിലെ കഥ പോലെ ട്വിസ്റ്റ് പോലെ വളരെ പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായി ഓർക്കാപ്പുറത്ത് അദ്ദേഹം നമ്മളീ കഴിഞ്ഞ കുറേ നേരം നമ്മൾ പറഞ്ഞ ചിരികൾ, സിനിമകൾ, പാട്ടുകൾ, കഥാപാത്രങ്ങൾ അവരെല്ലാം ബാക്കി നിർത്തി അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു. ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, ഞാനും ഷാഫിയായിട്ട് അവസാനമായി സംസാരിച്ച് പിരിയുന്നത് ഈ ഫ്ലോറിൽ നിന്നാണ്. രാജേട്ടൻ്റെ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് സംസാരിച്ച് അവസാന കൂടിക്കാഴ്ചയും സംസാരമൊക്കെ അന്ന് ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞതാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ ICUവിലായതിനു ശേഷമാണ് അവിടെ ചെന്ന് കാണുന്നതും പിന്നെ മരണത്തിലേക്ക് ഷാഫി പോകുന്നതും. അപ്പോൾ അവസാന കൂടിക്കാഴ്ചക്കും വേദി ഒരുക്കിയത് ഇവിടെ തന്നെ, വേദിയായത് ഈ സ്ഥലം തന്നെയായിരുന്നു. അതൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. രമേശ് ചേട്ടാ, നമ്മളെ തുടങ്ങിയപ്പോൾ പറഞ്ഞു നമ്മളെപ്പോൾ വിളിക്കുമ്പോഴും ഷാഫി സാറായിട്ട് ചർച്ചയാണ്. ശരിക്കും പറഞ്ഞാൽ കൊറോണ സമയം മുതൽ ഷാഫി സാറിന് വേണ്ടിയിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതി ചെയ്യണമെന്നും പറഞ്ഞ് നടന്നേച്ചാൽ ഞങ്ങൾ ഒരെണ്ണം പ്ലാനായി, അത് നടന്നില്ല. 2 പ്ലാനായി, നടന്നില്ല. ലാസ്റ്റ് ഒരു നടൻ നമ്മൾ സാറുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി ചെന്ന് ഓക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഡേറ്റിനും കാത്തിരിക്കുന്ന സമയത്താണ്, ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റും കാത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കണം. ഒരുമിച്ച് ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി, ഞങ്ങൾക്ക് ഉണ്ടായില്ല. എല്ലാവരും വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഷാഫി സാർ എന്ന് പറയുന്നത്. ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് അല്ല, പലപ്പോഴും ഇവിടെ പല സന്ദർഭങ്ങളിലും ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് പോകാനാകാത്ത ഒരു മൗനം പല സന്ദർഭങ്ങളിലും ഉണ്ടായി. അത് മറ്റ് ഒന്നുമല്ല, നമ്മുടെ എപ്പിസോഡുകളിൽ ഓർമ്മയിൽ നിന്നും എന്ന ഈ പരിപാടിയുടെ 2 എപ്പിസോഡുകളിൽ വന്ന ഒരാളെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യേണ്ടി വരുമെന്ന് ഒരിക്കലും നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഒരു സിനിമാ കഥ പോലെ കാലം കളിച്ച ഒരു നർമ്മമായി അതും സംഭവിച്ചു. ഓർമ്മയിൽ നിന്നും ഷാഫി എന്ന് പറയുന്ന ഈ ഒരു ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു. ആൽബം സൈനിങ്. ഓർമ്മയിലെന്നും ഷാഫി സാർ. ഈ ഒരു ആൽബത്തിൻ്റെ 2 താളുകളിൽ ഒപ്പിട്ട ഒരാളാണ് ഷാഫി സാർ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിനിമാ കഥ എന്നതുപോലെ വിശ്വസിക്കാനാകാത്ത രീതിയിൽ ഇന്ന് ഓർമ്മയിലെന്നും എന്ന ഈ പരമ്പരയിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നമ്മൾ പങ്കുവച്ചത്. മലയാളി എന്നും ഓർക്കുന്ന ഒരുപാട് ചിരി മുഹൂർത്തങ്ങളും നല്ല സിനിമകളും നമുക്ക് സമ്മാനിച്ച ഷാഫി സാറിൻ്റെ ഓർമ്മയിലെന്നും എന്ന ഈ പരമ്പര, ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു.